ഞാൻ അതിനെക്കുറിച്ച് കോൺഷ്യസ്ലി ആലോചിക്കാണ്ടിരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് എപ്പോൾ റിലീസ് എപ്പോഴായിരിക്കും, ഇല്ല ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും, സമ്മർദ്ദം വരും, അത് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. അല്ല, അത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടന്നതല്ല, അതെങ്ങനെ പറ്റിപ്പോയതാണ്. 8 ദിവസം കൊണ്ട് തീർന്നു പോയതാണ്. എനിക്കൊരു തോട്ട് വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. പിന്നെ കിട്ടിയിട്ടില്ല, ഒരു 8 ദിവസത്തേക്ക് കിട്ടിയില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞ ഈ 8 ദിവസം. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ അടച്ചടച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് അടച്ചടച്ച് പോയതല്ല, അടഞ്ഞടഞ്ഞ് പോയതായിരിക്കാം. അല്ല, കാണാത്ത ലൂപ്പ് ഹോൾസ് ഇപ്പോഴും ഉണ്ടാവുമായിരിക്കാം. അത് ഇനി ആൾക്കാർ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് കാണാനും പറ്റുമായിരിക്കും. ഇപ്പോൾ ആവേശം സിനിമയിൽ ഡ്രം ഷാട്സ് കളിക്കുമ്പോൾ പെട്ടെന്ന് ചോട്ടാവുമ്പോൾ എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞവർ അങ്ങനെ പലതും പറഞ്ഞു വെക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആരുടെ വായിന്ന് കൃഷ്ണ കണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. കറക്റ്റ് ഒരു പ്ലേസിലിരുന്നിട്ട് ചെയ്യുന്നു വേണ്ട. മറ്റേ ലിഫ്റ്റിൽ നിന്നുള്ള ഇവൻ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും മൊബൈലിൽ, ചില കാറിലുണ്ടാവും. അപ്പോൾ ഏതോ ലോകത്തുണ്ടാവുക മീൻസ് അവൻ, എനിക്കറിയാം ആ സമയം ഇവൻ കറക്റ്റായിട്ട് വർക്കിലാണെന്ന്. അപർണ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു, അതിൻ്റെ കൗണ്ടർ ആസിക്ക് പറയണമുണ്ട്. അപ്പോൾ അപർണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആസിക്ക് പറഞ്ഞു കട്ടിയിട മാനറിസം വൈസ് പുള്ളി ഇങ്ങനെ വിരലിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നൊരു ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് പുള്ളി ത്രൂ ഔട്ട് പടം ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ക്ലോസ് ഷോട്ടാണ്, മുഖം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇനി അങ്ങ് ലോങ്ങിൽ നടന്നു വരുന്ന ഷോട്ടാണെങ്കിൽ പോലും പുള്ളി ഈ ഒരു പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ല ഹാപ്പി ആയിട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുന്ന നേരം പുള്ളി എൻ്റെ അടുത്ത് എന്താണ് ഓക്കെ എന്ന് കെട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് സിനിമ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ പിരിഞ്ഞത്. അതിനുശേഷം ഞാൻ 5 സിനിമകൾ ചെയ്തു. 5 സിനിമ ആസിക്കയുടെ സാന്നിധ്യം ഇതിലെല്ലാത്തിലും ഉണ്ട്. കിഷ്കിന്ധാകാന്ഡം സിനിമയുടെ സംവിധായകൻ തിൻജിത്ത് അയ്യത്താൻ, സ്ക്രിപ്റ്റ് റൈറ്ററും സിനിമാറ്റോഗ്രാഫറുമായ ബാഹുൽ രമേശ് എന്നിവരാണ് റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. ആദ്യത്തെ ചോദ്യം തിരക്കഥാകൃത്തായിട്ടുള്ള ബാഹുലിനോട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കിഷ്കിന്ധാകാന്ഡത്തിന് വളരെ വലിയ അഭിപ്രായം കിട്ടുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് പ്രേക്ഷകരിലേക്ക് ആ സിനിമ എത്തുന്നു, ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നു, വലിയ രീതിയിൽ അതിന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പം സിനിമ അനൗൺസ് ചെയ്ത സമയത്ത്, അത് റിലീസ് അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു സംശയം ഉണ്ടായിരുന്നു. ഓണക്കാലത്താണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഫെസ്റ്റിവൽ മൂവി അല്ലെ ഫെസ്റ്റിവൽ കാലത്ത് റിലീസ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്ന സമയത്ത് ഒരു ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പം അതിലൊരു ഫൈറ്റും അല്ലെങ്കിൽ പാട്ടും ഇങ്ങനെയൊക്കെ കുറേ ഇക്വേഷൻസ് ഒക്കെയുള്ള ചിത്രങ്ങളാണ് ഫെസ്റ്റിവൽ റിലീസായിട്ട് വരാറുള്ളത് എന്നുള്ളത്. ഇത്തരം ക്ലീശകളെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് കിഷ്കിന്ധാകാന്ഡം റിലീസ് ചെയ്യുന്നതും അതിനെ പ്രേക്ഷകർ ഈ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഈ റിലീസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഓഡിയൻസ് ഈ സിനിമയെ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഈ ഒരു സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നോ ഈ പടത്തിനെ കുറിച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഓണം റിലീസായിട്ട് കിഷ്കിന്ധാകാന്ഡം ഇറങ്ങിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ജോബി ചേട്ടനുള്ളതാണ്. നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ഗുഡ്വില്ലിൻ്റെ ജോബി ചേട്ടൻ കാണിച്ച ഒരു കോൺഫിഡൻസും തൻ്റെ ഇടവും ഒരു തഗ് മൂവ്മെൻറ്റ് തന്നെയായിരുന്നു ജോബി ചേട്ടൻ്റെ കയ്യിൽ നിന്നുള്ള. അത് പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇതെന്ന് വെച്ചാൽ നമുക്കിത് എന്തായാലും ഓണത്തിന് ഇറക്കാം. ഞാൻ ഈ പടത്തിൽ ഭയങ്കര ഹാപ്പിയാണ്, അപ്പോൾ ഇതിൻ്റെ വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, നമുക്കിത് ഓണത്തിന് ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രസ്റ്റീജിയസ് ഇവൻ്റ് ആണല്ലോ. ഓണത്തിന് ഇറക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനൊരു ബെഞ്ച് മാർക്ക് പരിപാടി ഉണ്ടല്ലോ. ആ രീതിയിൽ നമുക്ക് അങ്ങനെ രീതിയിലൊരു സന്തോഷമാവട്ടെ. അതിൻ്റെ ഇനി വേറെ ഏതൊക്കെ പടങ്ങൾ, ഫെസ്റ്റിവൽ പടങ്ങൾ, എത്ര പടങ്ങൾ, ഏതൊക്കെ പടങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു കുഞ്ഞു പടം എന്നുള്ള രീതിയിൽ നമുക്കും കൂടെ ഒരു ഓണപ്പടമായിട്ട് നമുക്കിത് ഇറക്കാം എന്ന് കാണിച്ച് പുള്ളി കാണിച്ചുള്ള ഒരു സിനിമയോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്. ഇപ്പം ഞങ്ങളെക്കാളും ആക്ച്വലി എന്നെക്കാളും ദിഞ്ചിത്തേട്ടനേക്കാളും ഈ കിഷ്കിന്ധാകാന്ഡം സിനിമയോട് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്ഡാണ് ജോബി ചേട്ടൻ. ഞങ്ങളെക്കാളും ഇഷ്ടമാണ് പുള്ളിക്ക് സിനിമയെടുത്ത്. അപ്പോൾ പുള്ളിയാണ് മുന്നിട്ടിറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 4-5 മാസമായിട്ട് പുള്ളി എന്നെ മുന്നിട്ടിറങ്ങി. നമ്മളെ നാട്ടിലൊക്കെ ഉത്സവമൊക്കെ നടത്താൻ വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങുമല്ലോ, മുണ്ട് മടക്കി കുത്തി ഒരാൾ, ഞാനുണ്ടോ ആ പിള്ളേരെ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രക്ഷാധികാരി ബൈജു സ്കീമിൽ ഒരാളുണ്ടാവുമല്ലോ. ഇവിടെ അതായിരുന്നു ജോബി ചേട്ടൻ. ഞങ്ങൾക്ക് ജോബി ചേട്ടൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ വേണ്ടി വന്നുള്ളൂ. പിന്നെ പേഴ്സണലി റിലീസിൻ്റെ സമയത്തുള്ള ഈ പറഞ്ഞ നിങ്ങൾ ചോദിച്ച കൺസേണുകൾ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് കോൺഷ്യസ്ലി ആലോചിക്കാണ്ടിരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് റിലീസ് എപ്പോഴായിരിക്കും, ഇല്ല ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും, സമ്മർദ്ദം വരും, അത് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഇൻസെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ ഉള്ള വഴികളായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ചെയ്താലായിരിക്കും കുറച്ചും കൂടെ ഈ പറഞ്ഞ റിലീസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നല്ലത്, ജനങ്ങൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും വർക്കാവുക, അങ്ങനെയുള്ള രീതിയിൽ ഒത്തിരി കോംപ്രമൈസുകൾ ചിലപ്പോൾ വരുത്തുമായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ സിനിമയുടെ ഫോമിനെ ചിലപ്പോൾ ദോഷമായിട്ടായിരിക്കും എഫക്റ്റ്, ചിലപ്പോൾ നല്ലതായിരിക്കും, അറിയില്ല, ചിലപ്പോൾ ദോഷമായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നെങ്കിലോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായതുകൊണ്ട് കോൺഷ്യസ്ലി ചിന്തിക്കാതിരിക്കും. ഇനി അഥവാ
എന്താണ് ആക്സിഡൻ്റലി അങ്ങനത്തെ തോട്ടുകളൊക്കെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി അപ്പം തന്നെ അനിരുദ്ധിൻ്റെ ഏതെങ്കിലും തമിഴ് മസാല പാട്ടെടുത്ത് കേട്ടിട്ട് ഓക്കെ അതങ്ങോട്ട് വിട്ട് കളഞ്ഞിട്ട് ഫുൾ ഹാപ്പി ആവും. അപ്പോൾ അങ്ങനെ സിനിമയെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മെൻ്റലി നമ്മൾ എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാഹുല് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറുമാണ് റൈറ്ററുമാണ്. ഈ ഒരു കോംബോ അങ്ങനെ അധികം കേട്ടിട്ടില്ല. മേ ബി എഡിറ്റർ ഡയറക്ടർ കോമ്പോസ് ഉണ്ടായിട്ടുണ്ട്, സിനിമാറ്റോഗ്രാഫർ ഡയറക്ടർ കോമ്പോസ് ഉണ്ട്. പക്ഷേ ഒരു റൈറ്റർ സിനിമാറ്റോഗ്രാഫർ കോമ്പോ എന്നുള്ളത് വളരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ബാലേന്ദ്ര മേനോനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇങ്ങനെ ഒരു കോംബോ അതെ അപൂർവമാണ്. എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്? ഒരു ഇതിനു മുമ്പ് സിനിമാറ്റോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം. ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് അല്ലേ? അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സ്? അത് മാത്രമല്ല എങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫർ റൈറ്റർ കോംബോയിൽ എത്തിയത്? എഴുതാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ തന്നെ സിനിമയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ എന്ത് ഡെസിഗ്നേഷൻ ഏത് ഫീൽഡിൽ ആയിരിക്കണം എന്നുള്ളതിൽ കുറച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലും ആയിട്ടായാലും സിനിമയുടെ ഒരു പാട്ടായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എഴുത്ത് ഒരു പ്രോപ്പർ ജോലിയായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടല്ലോ. കാരണം ഇതൊരു വലിയ ഗാമ്പിളാണ്. നമ്മൾ എഴുതുന്നത് വർക്ക് ആവണമെന്നില്ല, വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് സിനിമയാവോ ഇല്ലയോ എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ മാത്രം നമ്പിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റിസ്ക് ആണെന്ന് തോന്നിയത് കൊണ്ട് കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കൈത്തൊഴിൽ ചെയ്ത് പോയി ലൈഫ് ഒരു രീതിയിലൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാനുള്ള ശ്രമങ്ങൾ പാരലലി നടത്തി നോക്കാം. എന്നിട്ട് എന്നെങ്കിലും ഒന്നെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി ഒരു തോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് സിനിമാറ്റോഗ്രഫിയിലേക്ക് വന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ ഒന്നും ചിന്തിക്കാനില്ല, വേറെ ഒന്നും ആലോചിക്കാനില്ല, വേറെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച് ആലോചിക്കാനില്ല. എല്ലാവരും പോസ്റ്റാണ്, ഞാനും പോസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ വെറുതെ ടൈം പാസിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ആക്കാൻ എന്നുള്ള ആഗ്രഹത്തിൽ പോലും അല്ല, വെറുതെ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു എക്സസൈസ് പോലെ ചെയ്യില്ല. അങ്ങനെ വെറുതെ ഒന്ന് എഴുതി നോക്കിയാണ്. കംപ്ലീറ്റ് ആവുമെന്ന് പോലും അറിയില്ല, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് പുറത്തൊരാൾക്ക് വായിക്കാൻ കൊടുക്കാനുള്ള പരുവത്തിലായി കിട്ടുവാണെങ്കിൽ ആർക്കെങ്കിലും വായിക്കാനും കൊടുക്കാം. അത്രയൊക്കെ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ്. ഈ 8 ദിവസം കൊണ്ടായി സ്ക്രിപ്റ്റ് എഴുതിയതെന്ന് ഇതിൻ്റെ പ്രീ റിലീസ് ഇൻ്റർവ്യൂസ് നിങ്ങൾ പറയുകയുണ്ടായി. ഈ 8 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ അതും ഇതുപോലൊരു എന്താ പറയുക ഇതിലൊരു മിസ്റ്ററി ഉണ്ട്. ഇതിൽ എന്താ പറയുക ലൂപ്പ് ഹോൾസ് ഉണ്ടായേക്കാം. ആ ലൂപ്പ് ഹോൾസിനെ വ്യക്തമായിട്ട് അടച്ചടച്ച് തന്നെയാണ് പോകുന്നത് ഓരോ സ്റ്റേജിലും. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് 8 ദിവസം കൊണ്ട് എഴുതിയെടുക്കുക അതെങ്ങനെ സാധിച്ചു? അല്ല, അത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടന്നതല്ല, അതെങ്ങനെ പറ്റിപ്പോയതാണ്. 8 ദിവസം കൊണ്ട് തീർന്നു പോയതാണ്. ഈ പറഞ്ഞ ലൂപ്പ് ഹോൾസ് ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ അടച്ചടച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് അടച്ചടച്ച് പോയതല്ല, അടഞ്ഞടഞ്ഞ് പോയതായിരിക്കാം. അല്ല, കാണാത്ത ലൂപ്പ് ഹോൾസ് ഇപ്പോഴും ഉണ്ടാവുമായിരിക്കാം. അത് ഇനി ആൾക്കാർ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് കാണാനും പറ്റുമായിരിക്കും. അതൊക്കെ ഉണ്ടാവും. ഞാനീ പറഞ്ഞ പോലെ ഇത് എല്ലാ ലൂപ്പ് ഹോളും നിർബന്ധമായി അടച്ചിരിക്കണം, ഏറ്റവും പെർഫെക്റ്റ് ആക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചു. ഏറ്റവും പെർഫെക്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചെയ്യേയില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, എൻ്റെ ഇപ്പോഴത്തെ എബിലിറ്റി വെച്ചിട്ട് ലിമിറ്റേഷൻസ് വെച്ച് ഇതൊക്കെ തന്നെ വരുള്ളൂ, എന്നാൽ പിന്നെ അത് ടൈപ്പ് ചെയ്ത് വയ്ക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോവാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു 8 ദിവസം കൊണ്ട് അങ്ങനെ ഈ പറഞ്ഞ ആ സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് അല്ല എന്നുള്ള വലിയ കോവിഡ് ലോക്ക്ഡൗൺ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യമായിരുന്നു. എനിക്ക് പക്ഷേ അത് ഈ രീതിയിൽ ഗുണം ചെയ്തു. നമ്മൾ ഒരിക്കലും ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യാനില്ലല്ലോ. മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ഇല്ലാത്ത സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒന്നുകിൽ കഴിഞ്ഞ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കണ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വിളിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വിളിച്ചാൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇനി തുടങ്ങാനിരിക്കുന്ന ഒരു പടത്തിൻ്റെ ആയിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇനി പുതിയ ഏതെങ്കിലും പടത്തിന് ആരെങ്കിലും നമ്മൾ എൻക്വയറിക്ക് വേണ്ടി വിളിക്കുമല്ലോ, ഇങ്ങനെ പടമുണ്ട്, അപ്പോൾ അത് മിസ്സായാലും നമുക്കൊരു വർക്കാണല്ലോ പോകുന്നത്, ഒരു വർക്ക്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കരുത് എന്നുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും 24 hours ഫോൺ എപ്പോഴും വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിളിക്കാൻ പോകണില്ല, ആരും വിളിച്ചാൽ നമുക്ക് കിട്ടാൻ പോകണില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ഫോൺ സൈലൻ്റ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുമായിരുന്നു ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ എഴുതുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഒരു ഓഫീസ് ജോലി, ഞാൻ വീട്ടിലായിരുന്നു ആ സമയത്ത്, ഫാമിലി ഉണ്ട്. അപ്പോൾ ഈ ഒത്തിരി ഇങ്ങനെ ആലോചനകളും പിരിമുറുക്കവും പരിപാടിയായിട്ടൊന്നും അങ്ങനെ പോയിട്ട് സ്ട്രെസ് അടിക്കാണ്ട് എന്തായാലും വെറുതെ ടൈം പാസിന് വേണ്ടി ചെയ്യുന്നല്ലേ, അപ്പോൾ പിന്നെ അത് എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റണ്ടേ എന്നുള്ളത് കൊണ്ട് ഞാനൊരു ഓഫീസ് ഷെഡ്യൂൾ പോലെ
രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ മാത്രം പണിയെടുക്കുക, ലാപ്ടോപ്പ് അടച്ചു വയ്ക്കുക, പിന്നെ കഥയെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക, ഫാമിലിയുടെ കൂടെ നോർമലി സ്പെൻഡ് ചെയ്യുക. നെക്സ്റ്റ് ഡേ വന്നിട്ട് തലേ ദിവസം എഴുതി എന്താണെന്നുള്ളത് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് എന്താണോ തോന്നുന്നത് അതപ്പോൾ ടൈപ്പ് ചെയ്യുക. അത് നല്ലതായിരിക്കുമോ, അടുത്ത് ടൈപ്പ് ചെയ്യാൻ വരുന്നത് ഏറ്റവും ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളതൊന്നും കോൺഷ്യസ്ലി ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് മൊമെൻ്ററി ആയിട്ട് എന്ത് തോന്നുന്നു അതങ്ങോട്ട് ചെയ്തതാണ്. ബാഹുലിൻ്റെ ചില സംഭവം ഞാൻ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവൻ കറക്റ്റ് ഒരു പ്ലേസിലിരുന്നിട്ട് ചെയ്യൊന്നും വേണ്ട. ഇവൻ മറ്റേ ലിഫ്റ്റിൽ നിന്നുള്ള ഇവൻ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും മൊബൈലിൽ. ചില കാറിലുണ്ടാവും. അപ്പോൾ ഏതോ ലോകത്തുണ്ടാവുക മീൻസ് അവൻ എനിക്കറിയാം ആ സമയം ഇവൻ കറക്റ്റായിട്ട് വർക്കിലാണെന്ന്. അതപ്പോൾ ഡിസ്റ്റർബ് ഞാൻ ഒന്നും സംസാരിക്കില്ല. ഇവൻ്റെ പാരൻസ് പോലും അവർക്കറിയാം ഇവൻ എന്താ ചെയ്യുന്നതെന്ന്. ആ സമയത്ത് ആരും ഒരു ഡിസ്റ്റർബും ചെയ്യാതെ ആ രീതിയിലാണ് മൂപ്പര്. അതുകൊണ്ട് ഈ 8 ദിവസം കൊണ്ട് എഴുതാൻ പറ്റുന്നത്. ആക്ച്വലി ചില റൈറ്റേഴ്സ് ഉണ്ട്, അവർക്കൊരു പ്രോപ്പർ ഒരു ടൈമിംഗ് വേണം, അല്ലെങ്കിൽ കുറച്ചൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് മാത്രം ആ ചിന്തകൾ. അങ്ങനെ ഇല്ലാത്ത ഒരാളാന്ന് തോന്നുന്നു ബാഹുല്. കക്ഷി അമ്മിണിപ്പിള്ള ഇപ്പം അതിൽ ഒരു ബന്ധത്തിൻ്റെ ലെയർ ഉണ്ട്, പക്ഷെ അത് ഒരു കോമഡി പശ്ചാത്തലത്തിൽ കോമഡിയുടെയും കൂടി സഹായത്തോടു കൂടി ഈ മനുഷ്യന്മാരുടെ ബന്ധത്തിൻ്റെ ഒരു കഥ പറഞ്ഞാണ്. ഇപ്പം അവിടെ നിന്ന് കിഷ്കിന്ധയിലേക്ക് വരുന്ന സമയത്തും മനുഷ്യബന്ധത്തിൻ്റെ തന്നെ ആണ് ഈ കഥ പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബന്ധം എന്ന് പറയുന്നത്. ഈ 2 പടങ്ങളും തമ്മിലുള്ള സാമ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ 2 ലാംഗ്വേജിൽ, വിഷ്വൽ ലാംഗ്വേജിലും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ കിഷ്കിന്ധയിലേക്ക് സംവിധായകൻ എന്നുള്ള രീതിയിൽ ദിൻജിത്തിനെ ഈ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലേക്ക് ആകർഷിച്ചത് എന്തൊക്കെയാണ്? അല്ല, മസ്റ്റായിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിനാണ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മിണിപ്പിള്ളയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ മകൻ ബന്ധമുണ്ട്. അതിലും ഒരു കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. ഇതിലും നോക്കിയിട്ടുണ്ട് കെട്ടി. ഞാനപ്പോൾ ബാലോട് പറഞ്ഞാടാ ഈ സീന് എൻ്റെ ഫേവറേറ്റ് ആയിരിക്കും. അമ്മിണിപ്പിള്ളയിലും അതേപോലെ തന്നെ ആസിഫ് മറ്റേ പ്രദീപൻ ചൊക്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അമ്മിണി കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ഇമോഷൻസ് നമുക്ക് ഭയങ്കര കണക്റ്റ് ആകും. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ക്യാരക്ടേഴ്സാണ്. ഞാനായാലും ഇയാളായാലും പാരൻസിനോട് അത്രയും അറ്റാച്ച്മെൻറ്റാണ്, അച്ഛനുമായിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റാണ്. അതെല്ലാം എനിക്ക് കൂടുതൽ നല്ല രീതിയിൽ വർക്കൗട്ടായ സാധനമാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതും പിന്നെ ഈ ത്രില്ലർ മോഡലിലെ ഒരു സംഭവം അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഈ ഇമോഷണലി കണക്റ്റഡ് വിത്ത് ത്രില്ലർ എന്നുള്ളൊരു സംഭവം അടുത്ത കാലത്തൊന്നും കാണാത്തൊരു സംഭവമാണ്. അതെല്ലാം നമ്മളെ ഭയങ്കര എക്സൈറ്റഡ് ആക്കി എന്നുള്ളതാണ്. ഈ ടീം, അതായത് ബാഹുലും ദിൻജിത്തും, അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ എന്നുള്ളൊരു ടീം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അതിന് മുൻപ് എനിക്ക് തോന്നുന്നു സിനിമാട്ടോഗ്രാഫർ ഡയറക്ടർ എന്നുള്ള ബന്ധമുണ്ട്. പക്ഷേ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ എന്നുള്ള ബന്ധം ഈ സ്ക്രിപ്റ്റ് ദിൻജിത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു, ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു? അതന്നെ, ഈ കോവിഡ് സമയം തന്നെയാണ് കറക്റ്റ് ടൈം. ആക്ച്വലി കോവിഡ് സമയത്തിൽ ഇതേപോലെ തന്നെ നമ്മളൊന്നും വർക്കൊന്നുമില്ല. ഞാനും ബാഹുൽ എപ്പോഴും സംസാരിക്കും. ഞാൻ ചെന്നൈയിലായിരുന്നു, ബാഹുൽ പയ്യന്നൂരായിരുന്നു. ഈ സമയത്ത് ബാഹുൽ എന്നെ ഒരു ദിവസം ചോദിച്ചു, ദിൻജിത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? നമ്മൾ എന്താ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ സമയത്തുള്ള ഓർമ്മയില്ലേ, നമ്മൾ കുക്ക് ചെയ്യുക, വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ബാഹുൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ദിൻജിത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നുള്ള ഒരു തോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് മൂപ്പര് ഫസ്റ്റ് ട്രൈ ചെയ്തു. അതും നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ എഴുതി തീർത്തു. പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇതല്ല എനിക്കൊരു തോട്ട് വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. പിന്നെ കിട്ടിയിട്ടില്ല, ഒരു 8 ദിവസത്തേക്ക് കിട്ടിയില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞ ഈ 8 ദിവസം. അപ്പോൾ ഈ 8 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് കോള് വരുന്നു, ദിൻജിത്തേട്ടാ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിക്കൂ. ശരിക്കും ആ വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എന്താ പറഞ്ഞാൽ ടോട്ടലി ഒരു എന്താ പറയുക, ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഇതെന്തായാലും ഞാൻ ചെയ്ത് തീരണമെന്ന് അങ്ങനെ ഒരു മനസ്സിൽ വരില്ലേ, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റായിരുന്നു. ഞാൻ തന്നെ ചെയ്യണോ, ഇത് വേറെ ആരും കൂടെ ഭയങ്കര സെൽഫിഷായി. ഞാൻ ഭയങ്കര സെൽഫിഷായി. പറഞ്ഞാൽ എനിക്കറിയില്ല ഇവൻ എനിക്ക് തരുമെന്ന് പോലും അറിയില്ല, മനസ്സിലായില്ലേ? അപ്പം തന്നെ ഞാൻ ഇവനോട് ബാഹുലിനോട് ഇത് ഞാൻ ചെയ്യും. അപ്പോൾ എന്താ പറയുക, നമുക്ക് പല സ്ക്രിപ്റ്റ്സും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒരു സാധനം കാണുന്നത് നമ്മൾ പല ഇൻ്റർനാഷണൽ മൂവീസെല്ലാം കാണുന്ന സമയം, മുന്നേ നമ്മൾ കാണുന്നുണ്ട്. കോവിഡ് സമയം കൂടുതൽ സീരീസും മൂവീസും കാണുന്ന സമയം. അപ്പോൾ അതിൻ്റെ എല്ലാം ലെവലിന് മേലെയായിട്ടൊരു സാധനം നമ്മുടെ കയ്യിൽ വരുന്നു, അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം തന്നെ തീരുമാനിച്ചു. പിന്നെ എല്ലാം
പെട്ടെന്ന് നടന്നു കാര്യങ്ങൾ. ഈ സിനിമയ്ക്ക് ആദ്യം നൽകിയിരുന്ന പേര് ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നാണ്. പിന്നീട് അത് എങ്ങനെയാണ് കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് വരുന്നത്? ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നുള്ളത് സ്ക്രിപ്റ്റിന് മാത്രം കൊടുത്തൊരു വർക്കിംഗ് ടൈറ്റിൽ മാത്രമായിരുന്നു. സിനിമയുടെ പേരാക്കില്ല എന്ന് അന്നേ ഉറപ്പിച്ചായിരുന്നു. സിനിമയാവുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബെറ്റർ പേരിലേക്ക് എത്തണം എന്നുള്ളത് ഉറപ്പായിട്ടും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ ഇതിനു വേണ്ടി നമ്മളിപ്പോൾ എങ്ങനെ ഡിസ്കസ് ചെയ്യും, നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് വൈകുന്നേരം ഒരു 6 മണി തൊട്ട് 7 മണി വരെ ഈ ചർച്ച തന്നെയാണ് പതിവ്. എന്ത് പേരിടാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ക്യാച്ചി ആയിട്ട് വേണം. ക്യാച്ചി ഇൻ ദ സെൻസ് നല്ലത് എന്നുള്ളത് രീതിയിലല്ല, ഐ മീൻ ഒരു ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിൽ, ഇതെന്തുകൊണ്ട് ഇങ്ങനൊരു ടൈറ്റിൽ ഇതിൽ വരുന്നത് എന്ന് പറയുന്നൊരു ക്യൂരിയോസിറ്റി കേൾക്കുന്നവരിലോ വായിക്കുന്നവരിലോ ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ടൈപ്പ് ഓഫ് പേരുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പണ്ട് സപ്തമശ്രീ, തസ്കര എന്നൊക്കെ പറയുന്ന പേരുകൾ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതെന്താണ് ആ പേര്, അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പേര് അതിന് കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പേരിനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതെ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇത് കാണുമ്പോൾ അവർ തമ്മിൽ ചിലപ്പോൾ ചർച്ച ചെയ്യാനൊക്കെ അത് കാരണമായിരിക്കും. അപ്പോൾ അത് ഈ സിനിമ ഇറങ്ങണ വരെയും നമ്മുടെ ഈ സിനിമയെ ഒന്ന് എയറിലുണ്ടാവണമല്ലോ ഈ സംഗതി, ഇതിനെക്കുറിച്ച് ഇങ്ങനെ സിനിമ. അതെ. അപ്പോൾ അതിന് പറ്റിയൊരു പേര് എന്നുള്ള ഇതിൽ ആലോചിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പല പേരുകൾ വന്നിട്ട് ആരാ പറഞ്ഞ, നമ്മൾ ഇതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഹനുമാനും സുഗ്രീവനും ഒഴികെ സകല വാനരപ്പടയും, അപ്പോൾ എന്തോ പറഞ്ഞു വന്നപ്പോൾ ആ ഡയലോഗിലേക്ക് വന്നു. അപ്പോൾ കൂട്ടത്തിൽ ആരോ ഒരാൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരാൾ പറഞ്ഞു, ഹനുമാനും സുഗ്രീവനൊക്കെ മറ്റേ രാമായണം കിഷ്കിന്ത എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തല്ലേ, അത് വെച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നുള്ള ഇതിൽ ഒരാൾ ചുമാര പറഞ്ഞതുപോലും എനിക്ക് ഓർമ്മയില്ല. അത് കളക്റ്റീവ് എഫേർട്ടിൻ്റെ പരിപാടി ഞാൻ പറയണത്. ആരോ ഒരാൾ കിഷ്കിന്ത എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും അതിൻ്റെ സഫിക്സ് എന്താണ് അതിന് കൃത്യമായിട്ട് പറയാമെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ ഒരു ഒരു സെക്കൻഡ് പാർട്ട് വേണമല്ലോ, അതിനുവേണ്ടി ആയിരിക്കും. അപ്പോൾ എല്ലാവരും കിഷ്കിന്ധാപുരം, കിഷ്കിന്ധാപുരാണം, കിഷ്കിന്ധാപുരി എന്നൊക്കെ പറഞ്ഞിട്ട് പല വഴിക്ക് ആലോചനകൾ നടക്കുക. അങ്ങനെ ആരോ ഒരാളുടെ വായിന്ന് പടയേന്ന് വീണതാണ് കിഷ്കിന്ത. മറ്റേ ഇപ്പോൾ ആവേശം സിനിമയിൽ ഡ്രം ഷാട്സ് കളിക്കുമ്പോൾ പെട്ടെന്ന് ചോട്ടാവുമ്പോ എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞവർ അങ്ങനെ പലതും പറഞ്ഞു വെക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആരുടെ വായിന്ന് കിഷ്കിന്ത കണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റ് പെട്ടെന്ന് എല്ലാവരിലും ഉണ്ടായി. എനിക്ക് ചെറിയൊരു സ്കെപ്റ്റിക്കലായിട്ട് വന്നിരുന്നു വെച്ചാൽ കിഷ്കിന്ത കാണ്ഡം എന്ന് പറയുന്ന പേര് ഇപ്പോൾ കാണ്ഡം എന്ന് ചേർത്തിട്ട് ആരണ്യകാന്ഡം, യുദ്ധകാന്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല പടങ്ങളായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ആക്ഷൻ മൂവിയുടെ ഒരു ടോൺ ഉണ്ട് അതിന്. നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് അന്നേ ഫിക്സ് ചെയ്തൊരു സംഗതിയായിരുന്നു കുരങ്ങ് റേഡിയോ പിടിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റർ വയ്ക്കാന്നുള്ളത്. അപ്പോൾ കുരങ്ങ് അപ്പിയർ ചെയ്യുക, അതിൽ ഇങ്ങനത്തെ ഒരു ഇത് മാത്രം വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പടത്തിൻ്റെ മൂഡ് നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുമോ എന്ന് പറയുന്നൊരു കൺസേൺ ഉള്ളതുകൊണ്ട് അതിനൊന്ന് ഗ്രൗണ്ട് ചെയ്യിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി. അപ്പോൾ അതിനൊരു വാൽകഷ്ണമായിട്ട് ഞാൻ തോന്നി, എന്നാൽ ശരി കിഷ്കിന്ധാകാന്ഡം വയ്ക്കാം, അതിൻ്റെ അടിയിൽ എ ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് എന്നുള്ളത് നിർബന്ധമായിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞ ഒരു എന്താണ് ആക്ഷൻ മൂഡ് പരിപാടിയിൽ നിന്ന് ചിലപ്പോൾ ഇതിനൊന്ന് താഴോട്ട് ഇറക്കാൻ നമ്മളെ സഹായിക്കുമായിരിക്കും. പിന്നെ കഥയുമായിട്ടും ഇങ്ങനെ കണക്ട് ചെയ്യാൻ മാർഗമുണ്ട്, കഥയ്ക്കും അത് റെലവൻ്റ് ആണ് അങ്ങനെ ഒരു ഫ്രേസ് എന്നുള്ള രീതിയിൽ തോന്നിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാനുണ്ടായത്. ഇപ്പം രണ്ടുപേരോടും കോമൺ ആയിട്ട് ചോദിക്കാനുള്ളൊരു സാധനം എന്ന് വെച്ചാൽ, ഇപ്പം രണ്ടുപേരുടെയും സിനിമാ കരിയറിൽ കോമൺ ആയിട്ടുള്ള വ്യക്തിയാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. ഇപ്പം ബാഹുലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ബാഹുൽ ക്യാമറ ചെയ്തിട്ടുള്ള പടങ്ങളിലൊക്കെ തന്നെ ആസിഫ് അലിയാണ്. കക്ഷി അമ്മിണിപ്പിള്ളയിലെ ആദ്യ നായകൻ ആസിഫായിരുന്നു. സോ നിങ്ങളുടെ ഈ സിനിമയുടെ പ്രോസസ്സിങ്ങിൽ തന്നെ നായകൻ ആസിഫായാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ചർച്ചയുടെ ഭാഗമായിട്ട് പിന്നീട് ആസിഫിനെ ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാം കിഷ്കിന്ധാകാന്ഡത്തിലേക്ക്? അതന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ സമയത്ത് നമുക്ക് മെയിനായിട്ട് എൻ്റെ കരിയറിലെന്ന് പറഞ്ഞാൽ കക്ഷി അമ്മിണിപ്പിള്ള കഴിഞ്ഞിട്ട് ഒരു 4 വർഷം ആ സമയത്ത് അല്ലേ, 4 വർഷം. അപ്പോൾ അത്രയും ടൈം എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റ് ഓൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഇതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രോജക്റ്റ് ഓൺ ചെയ്യണം. ഇപ്പോൾ എത്രയും പെട്ടെന്ന് പ്രോജക്റ്റ് ഓൺ ആയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർട്ടിസ്റ്റിനോട് സമീപിച്ച് ആ ആർട്ടിസ്റ്റ് ഇഷ്ടപ്പെട്ടു ഓക്കെ പറഞ്ഞ് ഇതെല്ലാം ഒരു ടൈം പീരീഡ് ഭയങ്കര പ്രോസസ്സാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഓക്കെ ക്യാരക്ടറായ മീൻസ് ആസിഫിനെയാണ്. പക്ഷേ ക്യാരക്ടർ വൈസ് നോക്കിയാൽ കൂടെ നമുക്ക് നല്ല മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടറാണ് അതിലുള്ളത്. ആസിഫിന് പറ്റിയൊരു ക്യാരക്ടറും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ആസിഫിൻ്റെ ഏജും എല്ലാം നോക്കിയിട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പക്ക നമുക്ക് ഈ നമ്മുടെ കിഷ്കിന്ധാകാന്ഡത്തിലെ ആപ്റ്റായ അജയൻ്റെ പ്രോപ്പർലി ആപ്റ്റായ ക്യാരക്ടറാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഫസ്റ്റ് ചോയ്സ് ആസിഫിൻ്റെയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആക്സസ് ആണ് ആസിഫിന്. ആ ബന്ധമുണ്ട്, നമുക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആസിഫ്. ഓക്കെ, ഇപ്പം ഈ ചിത്രത്തിൻ്റെ അകത്ത് ഇപ്പം പലർക്കും പല സീനുകളായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട് ഇതിൻ്റെ അകത്ത്. അത് സ്പോയിലർ ആവാതെ ഞാൻ പറയാം. ആസിഫ് ബാംഗ്ലൂർ ഒരു യാത്ര നടത്തുന്നുണ്ട്.
അതിലൊരു 10 സെക്കൻഡ് ഡ്യൂറേഷൻ വരുന്ന ഒരു സീനുണ്ട്. അപ്പം ഇപ്പം കാശ് മുതലായി എന്ന് പറയുന്ന ഒരു സീനിൽ ഒന്നാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അവിടെ ഡയലോഗ് പോലും ഇല്ല. ആൾ നടന്നു വന്ന് ഒരു റൂമിൻ്റെ അകത്തേക്ക് പോയി അവിടെ ഒരു ആകാംക്ഷയും സങ്കടവും പിന്നീടൊരു ആശ്വാസവും ഒക്കെ വരുന്ന അങ്ങനൊരു 10-15 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഒരു സീനാണ്. അപ്പോൾ അവിടെ ഡയലോഗ്സ് ഇല്ല. ഈ ഇമോഷനിലൂടെ തന്നെ ഓഡിയൻസിന് അത് കൺവേ ചെയ്യണം. അപ്പം നിങ്ങൾ അതിന് കൊടുത്ത പ്രോംപ്റ്റ് എങ്ങനെയായിരുന്നു ആസിഫിന് എന്നുള്ളത് അറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ ബാഹുലും സിനിമാറ്റോഗ്രാഫറും കൂടിയാണ്, ഡയറക്ടർ എന്നുള്ള രീതിയിലും നിങ്ങൾ കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു, അത് എങ്ങനെയാണ് ആസിഫ് ഡെലിവർ ചെയ്തെടുത്തത് എന്നറിയാനുള്ളത്? ഒബിയസ്ലി ആസിഫ് ഒന്നെന്ന് പറഞ്ഞാൽ ക്യാരക്ടറിലേക്ക് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ മീൻസ് അജയൻ എന്നുള്ള ക്യാരക്ടർ. പിന്നെ നമുക്ക് ആക്ച്വലി നടന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ചില ഇമോഷൻസ് കുറച്ച് കൂടുതലായാലോ കുറവായാലോ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ മാത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് നോക്കി ആസിക്ക് ഇത് കുറച്ച് കുറവാക്കാം അല്ലെങ്കിൽ കുറച്ച് കൂട്ടാം, ഈ വക കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളിൽ മൂപ്പർ ടോട്ടലി ഇൻ ടു ദാറ്റ് ക്യാരക്ടർ എന്ന് പറയാം. അത്ര തന്നെ. അത് മെയിനായിട്ട് നമ്മൾ കൂടുതലൊന്നും പ്രോംപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നല്ലേ. എന്ന് പറഞ്ഞാൽ ആസി എന്ന് പറഞ്ഞാൽ അത്രയും ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്. ഈവൻ വിജയരാഘവനും അങ്ങനത്തെ നമുക്ക് കൂടുതലൊന്നും നമുക്ക് ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിലൊന്നും ആവേണ്ടി വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലാകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് ഇത്രയും ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ആർട്ടിസ്റ്റും നോക്കിയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ഭയങ്കര കുറേയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാറിയെന്നല്ലേ. ആസിക്ക് അത്രയും തറവായിരുന്നു, നമ്മളെക്കാളും തറവായിരുന്നു പരിപാടികൾ, അത്രയും ഇൻവോൾവ് ആയിട്ടേ. അപ്പോൾ ഇപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രോ ഇപ്പോൾ പറഞ്ഞ ആ ഷോട്ടിൽ വെച്ചാൽ നമ്മളിപ്പോൾ ആസിക്ക് അത് നമുക്ക് ഒറ്റ ഷോട്ടിൽ എടുത്താലോ, വന്നിട്ട് അകത്തോട്ട് കയറി ഇവിടം വരെ വന്ന് തിരിച്ചു പോകുന്നവർ ഒറ്റ ഷോട്ടിൽ എടുത്താലോ എന്നുള്ള രീതിയിൽ ചെയ്യാടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ ഒറ്റ ഷോട്ട് ചെയ്തതാണത്. നമ്മളത് ഒരു ഇൻസേർട്ട് മാത്രം ഇപ്പോൾ ഇടയിൽ വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈമിങ് എഡിറ്റിൽ ടൈം അടുപ്പിക്കണമല്ലോ. അപ്പോൾ അത് ആ ട്രിമ്മിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് മാത്രം വേറൊരു എക്സ്ട്രാ ഷോട്ട് നമ്മൾ സേഫ്റ്റിക്ക് എടുത്ത് വെച്ച ഷോട്ട് എടുത്ത് ഉപയോഗിച്ചോണം. പക്ഷേ അത് ഒറ്റ ഷോട്ടിലാണ്. അത് ടെക്നിക്കലി നിങ്ങൾ പ്രോംപ്റ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതായത് കഥാപരമായിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്രോംപ്റ്റൊന്നും കൊടുത്തതായിട്ട് ഓർമ്മയില്ല. അത് പുള്ളി തന്നെ തറവായിരുന്നു. ഇത് വായിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ പുള്ളി തന്നെ നല്ലൊരു മൂഡൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ പുള്ളിയുടെ തറവനെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1-2 എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ചില സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഷോൾഡർ പാഡിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ അപർണയും ആസിക്കയും തമ്മിൽ സംസാരിക്കുന്ന സീനായിരിക്കും. അപ്പോൾ ഡയലോഗ്സിൽ ഇംപ്രവൈസേഷൻസ് വരുമല്ലോ. ചില വാക്കുകൾ പറയുമ്പോൾ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ ചില വാക്കുകൾ മാറിയിട്ടൊക്കെ പറയും. ഓക്കെ, അതെല്ലാം നടക്കുന്നതാണ്. അപ്പോൾ ഏതോ ഒരു സീനിന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപർണ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു, അതിൻ്റെ കൗണ്ടർ ആസിക്ക് പറയണോ വേണ്ട. അപ്പോൾ അപർണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആസിക്ക് പറഞ്ഞു കട്ടിയിട അപർണ അങ്ങനെ പറയല്ലേ, ആ വാക്ക് ഉപയോഗിക്കല്ലേ. കാരണം അത് ഈ സീനിൽ നമ്മൾ ആ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവിടെ പോകുന്ന 45ാമത്തെ സീനിൽ ഇതുമായിട്ട് റിലേഷൻ വരുന്നൊരു ഇതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ വരും. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവിടെ അത് കറക്റ്റായിട്ട് വരുള്ളൂ, ഇല്ലെങ്കിൽ ചെറിയ എറർ വരും എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ട് തിരുത്തുക. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുന്നേ തന്നെ ആസിക്ക് തന്നെ ശ്രദ്ധിച്ച് ഞാനിതിപ്പോൾ കട്ട് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തിനാണോ കട്ട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഡയലോഗ് മാറിയോണ്ടാണോ, അല്ലെങ്കിൽ ഡയലോഗ് മാറിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു എന്താ പറയുക ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് വേറൊരു രീതിയിലുള്ള നെഗറ്റീവ് എഫക്റ്റ് അതിൽ വരാൻ സാധ്യതകൊണ്ടാണ് കട്ട് പറഞ്ഞതെന്നുള്ളതൊന്നും എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ ആസിക്കുക. അപ്പം നമുക്ക് കോൺഫിഡൻ്റ് ആവുകയാണ്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് വന്നാൽ പോലും അശ്രദ്ധ വന്നാൽ പോലും ഇവരിത് ടേക്ക് കെയർ ചെയ്തോളും, അവരവരുടെ സ്വന്തമായിട്ട് ഓൺ ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അത് ഭയങ്കര അടിപൊളി പരിപാടി. എഴുതിയ സാധനം ഈ ആക്ടേഴ്സ് അഭിനയിക്കുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം കാണുന്നത്, ക്യാമറയിലൂടെ കാണുന്നത് ബാഹുൽ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഇപ്പം നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ മനസ്സിൽ കണ്ടൊരു സാധനം അത് ആക്ടേഴ്സിൻ്റെ കൊടുക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ എഴുതിയിരുന്നപ്പം കണ്ടിരുന്നതിനേക്കാളും ഗംഭീരമായിട്ട് ആക്ടേഴ്സ് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ തരുന്നു, അത് ആദ്യം കാണുന്നു. ആ ഒരു കിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഫീഡ് നമുക്ക് കേൾക്കാനുള്ള ഞാൻ ഷോൾഡർ പാഡിലായിരിക്കും കൂടുതൽ ഷോട്ടുകൾ ഹാൻഡ് ഹെൽഡായിരുന്നു.
ഓഡിയോ ഫീഡ് എനിക്കില്ലായിരുന്നു. അപ്പം പറയുന്ന ഡയലോഗ് പോലും നമുക്ക് കേൾക്കില്ല. പിന്നെ ആ സമയം നമ്മൾ പ്ലേ ബാക്കിലാണ് ഞാൻ കൂടുതൽ അത് ഈ പറഞ്ഞ പെർഫോമൻസ് എല്ലാം ഡയലോഗ് ഡെലിവറി എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുള്ളത്. ലൈവ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇത് ശ്രദ്ധിക്കുക, ഒരു അനക്കം ഇങ്ങോട്ട് പാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറം തെർമോക്കോൾ പിടിച്ചിരിക്കുന്ന ആൾ ഫീൽഡിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അനക്കം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഓഫ് ബാലൻസ് ആവും എന്നുള്ളത്, അല്ലെങ്കിൽ കറക്റ്റ് ഇവിടെയാണ്, അല്ലെങ്കിൽ കുറച്ച് ആ ഒരു മൊമെൻ്ററി. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഫിക്സഡ് മാർക്കുകളും നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അറിയാലോ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടെയാണ് പൊസിഷൻ, ഇവിടെയാണ് ലൈറ്റ് സെൻറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്, അങ്ങനെയുള്ള ക്യൂകളൊന്നും ഇല്ലാതെ ഇത്രയും സ്പേസ് ഉണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് കൂടുതൽ ഫ്രീഡം കിട്ടും. അവരുടെ കയ്യിൽ നിന്ന് അടിപൊളി സാധനങ്ങൾ, അത്രയും ഫ്രീഡം ഉണ്ടാകുമ്പോൾ അവർ ഭയങ്കര ഫ്രീ സ്റ്റൈലായിട്ട് അവർ ചെയ്യുമല്ലോ. അപ്പോൾ അത് നമുക്ക് പടത്തിനത് ഗുണമുള്ള കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളായിരിക്കും ചെയ്യുക. റിഹേഴ്സൽ ചെയ്യാതിരിക്കാറുണ്ട് പല സീനുകൾക്ക്. അപ്പോൾ അവർ എല്ലാം മൊമെൻ്ററി ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടും. അവർ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊരു ടേൺ എടുത്തിട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ അപ്പം തോന്നുന്ന രീതിയിലുള്ളൊരു ഇമ്പ്രവൈസേഷൻ ചിലപ്പോൾ എനിക്കും ക്യാമറയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോവാം, അങ്ങോട്ട് വലിയ 2 സ്റ്റെപ്പ് നടക്കാം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടികൾ നടക്കുമല്ലോ. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സിനർജി ഉണ്ട്. എല്ലാവരും അതിന് വിജിലൻ്റ് ആയിരിക്കണം. നമ്മുടെ കൂടെയുള്ള ഓൾ ക്രൂ, ആരെങ്കിലും ഒരു AD അടുത്തുണ്ടാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കാണ്ട് വരുമ്പോൾ അവിടെ ഏതെങ്കിലും ആ സീനിൽ വന്നുകൂടാത്ത പ്രീവിയസ് സീനിൽ കാണിച്ച ഒരു പ്രോപ്പ് ചിലപ്പോൾ ഫ്രെയിമിലേക്ക് വരാനിങ്ങനെ എത്തി നിൽക്കുമായിരിക്കും. അപ്പോൾ നല്ല പ്രസൻസ് ഓഫ് മൈൻഡുള്ള ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ അവിടുന്ന് ടപ്പേന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് പാനിങ് എന്ന് മനസ്സിലാകുമ്പോൾ അവരതെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള സിനിമാറ്റോഗ്രാഫി ടീമിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, അസോസിയേറ്റ്സ്, അസിസ്റ്റൻസ് ഒക്കെ അവർ ഈ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ തെർമോക്കോൾ അടുപ്പിച്ചോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവുകയാണ്, ലൈറ്റ് ഈ സൈഡിൽ നിന്ന് കുറച്ച് പൊക്കിക്കോ, ഇതൊക്കെ ഈ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കും. അതേപോലെ കട്ടയ്ക്ക് ഗുണം നിൽക്കുന്ന ഒരു ഫോക്കസ് പുള്ളറും വേണം. കാരണം അയാളുടെ അടുത്തും ഫുൾ പ്ലാനിങ് ഒന്നുമില്ല. നമ്മളിത് എങ്ങോട്ടാണ് പോകുക, എത്ര ഡിസ്റ്റൻസാണ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് വരാൻ പോകുക എന്നുള്ളതൊന്നും മുൻകൂട്ടി പറയുന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള സൈദുലു ഗോൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സന്ദീപ് എന്ന് വിളിക്കുന്ന ഹൈദരാബാദിൽ നിന്നുള്ളൊരു ഫോക്കസ് പുള്ളർ, അമ്മണിപ്പുള്ള തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഫോക്കസ് പുള്ളർ ടെക്നീഷ്യൻ ബന്ധമല്ല, ഞങ്ങൾ ഒരു ഫാമിലി പോലത്തെ ബന്ധമാണ്. അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞ ഈ വർക്കിംഗ് സ്റ്റൈൽ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതൊരു എൻ്റെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ത്രില്ലല്ലോ. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പ്രൊഫഷനിൽ ഭയങ്കര ത്രില്ലാണ്. എന്നിട്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ആസിക്ക പോലും സന്ദീപേ പൊളിച്ചടാ, താങ്ക് യു സന്ദീപേ എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് പുള്ളറെ അപ്രീഷിയേറ്റ് ചെയ്യണം ആസിക്ക. അപ്പോൾ അവരത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് അറിയാമല്ലോ, ഇവനെപ്പോലുള്ളൊരു ഫോക്കസ് പുള്ളറെ കിട്ടുന്നത് നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇല്ലെങ്കിൽ ഫോക്കസിൻ്റെ ഒരു കാരണത്തിൻ്റെ പുറത്ത് ഇതൊക്കെ വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ട് അവസാനം ഇത് കിട്ടിയില്ലെങ്കിൽ. ഇപ്പോൾ ഈ സിനിമയിലെ പ്രോട്ടോഗോണിസ്റ്റ് ആസിഫിക്ക എന്ന് പറയുന്നതിനൊപ്പം തന്നെ എൻ്റെ പ്രോട്ടോഗോണിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വിജയരാഘവൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറാണ്. അപ്പോൾ പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന് ഒരു മിസ്റ്ററി ഉണ്ട്, അതിനൊരു റീസൺ ഉണ്ട്. അത് സിനിമ വ്യക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് റിവീൽ ചെയ്യുന്നുണ്ട്. ഈ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തത് എങ്ങനെ, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റാർട്ടിങ്സ് എങ്ങനെയായിരുന്നു, ഒരു ആലോചന അപ്പോൾ പിള്ളയെക്കുറിച്ച്? ക്യാരക്ടറായിരുന്നു കഥയുടെ തുടക്കം. കഥയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അജയൻ, അപർണ, ഈ വീട്, ഇതൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ചുമ്മാ വെറുതെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് തോട്ടായിരുന്നു ഈ അപ്പുപിള്ളയുടെ, സ്പോയിലർ ആവാതെ പറയാണ്, അപ്പുപിള്ളയുടെ ഒരു പ്രകൃതം, ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രകൃതം. ആ പ്രകൃതം കാരണം പുള്ളിയുടെ ആക്ഷൻസിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോയെന്നും അതറിയാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ യാത്ര എന്നുള്ള രീതിയിലുള്ളൊരു തോട്ട് വെറുതെ വന്നു. അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിച്ചില്ല. ചിലപ്പോൾ കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആലോചനകൾ മാത്രമായി പോകും, നമ്മൾ പണിയെടുക്കില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് അത് വെച്ചിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീൻ എഴുതുന്നു, 2 സീൻ എഴുതുന്നു. അപ്പോൾ ആ 2 സീനിൽ നമ്മൾ എന്തെങ്കിലും വായിത്തൊന്ന് എഴുതുന്ന പരിപാടിയാണ് കേട്ടോ, ഒന്നും പ്ലാൻഡ് അല്ല. ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് പോകുന്ന, ഇപ്പോൾ ആദ്യത്തെ സീനിൽ തന്നെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ കാര്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് ഈ കഥയിൽ ഫർദർ റെലവൻസ് ഉണ്ടാകുമോ, ഈവൺ എൻഡിലേക്ക് പോലുള്ള റെലവൻസ് ഉണ്ടാവുക എന്നുള്ളതൊന്നും അപ്പോൾ പ്ലാൻഡ് അല്ല. ചുമ്മാ നമ്മളിവിടെ ഓപ്പൺ കാർഡ് എടുത്ത് ഇടുകയാണ്. ഭാവിയിൽ അതിന് എവിടെയെങ്കിലും ഒരു പ്ലോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമെന്ന് പോകുന്ന വഴിക്ക് നോക്കാം. ഇനി വന്നില്ലെങ്കിൽ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റല്ലോ ഉണ്ടോ, ആ സീൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ എന്ന് പറഞ്ഞൊരു ഫ്രീ സ്റ്റൈൽ ആയിരുന്നു. അപ്പോൾ ആ 2 സീൻ എഴുതി കഴിയുമ്പോൾ എന്നിട്ട് ആ 2 സീൻ വായിച്ച് നോക്കും. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനായിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡയലോഗായിട്ടോ എന്തെങ്കിലും പറഞ്ഞിരുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കിട്ടും. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നാൽ അത് വെച്ചിട്ട് 3ാമത്തെ സീൻ ഇങ്ങനെ ആക്കി നോക്കാം അങ്ങനെയുള്ള പോക്കായിരുന്നു. ഒന്നും പറയണ ഇപ്പോൾ ഏറ്റവും ട്രിവിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ കുരങ്ങ്, ഇപ്പോൾ സിനിമയുടെ തന്നെ ഒരു മെറ്റഫർ പോലെയുള്ളൊരു സാധനമാണ് കുരങ്ങ്. ഈ കുരങ്ങ് പോലും ആക്സിഡൻ്റലാണ്. കുരങ്ങ് ഇനീഷ്യൽ പ്ലാനിൽ ഇല്ല. കുരങ്ങ് ആദ്യത്തെ 4 സീൻ 5 സീൻ 6 സീൻ 6ാമത്തെ സീനിലാണ് കല്യാണം കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് എത്തിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അപർണ ഏർലി മോർണിംഗിൽ ചുമ്മാ പറമ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട്
എന്ന് പറയുന്ന ഒരു സീൻ എഴുതുന്നത്. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുമല്ലോ, ആ പറമ്പിൻ്റെ സവിശേഷതകൾ എന്നുള്ള രീതിയിൽ എഴുതുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ വെറുതെ അപ്പം വായിത്തോന്ന വാക്കുകളൊക്കെ എഴുതുകയാണ്. ഇന്ന ടൈപ്പ് ഓഫ് മരങ്ങളുണ്ട്, കാടിന് സമാനമായ അന്തരീക്ഷമാണ്, തണുപ്പുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വാരി വലിച്ച് എഴുതുക കേട്ടോ. കാരണം ഇത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ എഴുതി വന്നപ്പോൾ വലിയ മരങ്ങളുണ്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതിപ്പോയല്ലോ. അപ്പോൾ അങ്ങനെ എഴുതി വന്നപ്പോൾ ഈ പറഞ്ഞ ഒരു ഫോൺ എടുത്ത് സെൽഫി എടുക്കാൻ നോക്കിയപ്പോൾ പുറകിൽ എന്തോ ഒരു ഒബ്ജക്റ്റ് കണ്ട് ക്യൂരിയസ് ആയി അവൾ തിരിഞ്ഞു നോക്കി. അത്ര എഴുതിയിട്ടുള്ളൂ. എന്ത് ഒബ്ജക്റ്റ് കണ്ടിട്ടാണ് തിരിഞ്ഞു നോക്കിയെന്നുള്ളത് അപ്പോൾ അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് ഈ ക്യൂരിയോസിറ്റി തോന്നാൻ എന്തായിരിക്കും ഇപ്പോൾ തിരിഞ്ഞു നോക്കിയാലാണ് ഇപ്പോൾ ഇത്രയും ക്യൂരിയോസിറ്റി അവർക്കും തോന്നണം, ഇത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർക്കും തോന്നണം. അപ്പോൾ എന്ത് കൊടുക്കുക? അപ്പോൾ ഈ ടോട്ടൽ ആംബിയൻസിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇത്രയും മരങ്ങളും പ്രകൃതിയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരു തേനീച്ച കൂടുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന് കോൺട്രാസ്റ്റ് ഇല്ല, അറ്റൻഷൻ ഇല്ല, ക്യൂരിയോസിറ്റി ഇല്ല. അപ്പോൾ ആ ആംബിയൻസിന് ഒട്ടും ചേരാത്ത എന്താണ് മീൻകറിയിൽ ലഡു വീണ ഒരു അവസ്ഥയിലുള്ള ഒരു എലമെൻ്റ് എന്തെങ്കിലും വേണം എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു റേഡിയോ, ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ, അത് എന്താണ് പരിപാടി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ ട്രാൻസിസ്റ്റർ റേഡിയോ എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ ആ റേഡിയോ പിന്നെ കുറച്ച് സ്പീഡായി ആലോചന. അപ്പോൾ ട്രാൻസിസ്റ്റർ റേഡിയോ ഈ മരത്തിൻ്റെ ഇത്രയും ഉയരത്തിൽ വരണമെങ്കിൽ അതിനെന്താ സ്കോപ്പ്? ഒരേ ഒരു സ്കോപ്പുള്ളൂ, വല്ല കുരങ്ങൻ മറ്റം കൊണ്ടുവച്ചതാണെങ്കിലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓക്കെ എന്നാൽ അവനെ അങ്ങനെ എഴുതി. അപ്പോൾ അങ്ങനെ ആണ് ആ കുരങ്ങ് പോലും അതിലേക്ക് വരുന്നത്. എന്നിട്ട് പിന്നെ എഴുതി പോകുമ്പോഴാണ് പിന്നെ ആസിക്ക് ആ സീനിലേക്ക് വരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ എഴുതി പോയല്ലോ, ഇങ്ങനെ എഴുതി പോയുടെ സ്ഥലത്ത് അപർണയ്ക്ക് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കും തോന്നുമായിരിക്കാം ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുന്നത്, റേഡിയോയുടെ കേസിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റേ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കൂടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാധനം എഴുതി. അപ്പോൾ അജയൻ്റെ ഒരു റെസ്പോൺസ് ഇനി വരണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഇവർ മരത്തിൽ കണ്ടത് അപ്പുപിള്ള ഇതിന് മുന്നേ മനത്ത് കണ്ടിരിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി കൊടുക്കാമെന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് സീനിൽ തലേ ദിവസത്തെ സീനിലേക്ക് തിരിച്ചു പോയി, എഴുതി കഴിഞ്ഞ സീനാണ് പക്ഷെ അവിടത്തേക്ക് തിരിച്ചു പോയിട്ട് അപ്പുപിള്ള ഇവരുടെ സംസാരമൊക്കെ അജയനും അപർണയും തമ്മിലുള്ള ടോക്ക് തീരുന്ന സമയത്തേക്ക് അപ്പുപിള്ള ആ സീനിലേക്ക് വന്നിട്ട് മണിയനെയും പിള്ളയും മണിയനോട് രണ്ടാളെയും കൂട്ടി നാളെ വരാൻ പറയണം, പിന്നെ 74 വയസ്സിൽ ഞാൻ മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറും എന്ന് പറഞ്ഞ ഡയലോഗ് രണ്ടാമത് കൂട്ടിച്ചേർത്തു അവിടെ. എന്നിട്ട് തിരിച്ച് ഈ സീനിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് അപ്പോൾ ഇന്നലെ രാത്രി അച്ഛനിട്ട് ഓർഡർ ഞാൻ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് ചിലപ്പോൾ ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടുമ്പോൾ എന്നാൽ ഇതിൻ്റെ ഉള്ളൊരു ലീഡ് ഒരു 2 സീൻ മുന്നേ അവിടെ ഒന്ന് വെറുതെ ഇട്ട് വെച്ചേക്കാം. അങ്ങനെ ഓൺ ദ ഗോയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇടക്കിടക്ക് ചിലപ്പോൾ 32ാമത്തെ സീനിൽ നിന്ന് പിന്നെ തിരിച്ച് 2ാമത്തെ സീനിലേക്ക് പോകണം, അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു മെൻഷനിങ് അവിടെ ഇവിടെയൊക്കെ നടത്തേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഈ സാധനങ്ങളൊക്കെ എഴുതാം, ഭാവനേനെ അയച്ചു വിട്ടിരിക്കുകയാണ്, ഇങ്ങനെ എഴുതി പോകുന്നു. സോ ഇത് കൺവിൻസിങ് ആവുന്ന രീതിയിലേക്ക്, പ്രേക്ഷകർക്ക് കൺവിൻസിങ് ആയ രീതിയിലേക്ക് ഇത് ഡയറക്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു ഡയറക്ടറുടെ സംഭവങ്ങളാണ്. അപ്പം ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നു. സോ ഇതിൻ്റെ അകത്ത് ഈ വീട്, ആ ലൊക്കേഷൻ, ഇതൊക്കെ ഈ അപ്പുപിള്ളയും അജയനും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേപോലെ തന്നെ ആ ലൊക്കേഷനും ആ വീടും ഒക്കെ അത്രയും ഇമ്പോർട്ടൻസ് അറിയിക്കുന്നുണ്ട്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഈ എഴുതിയ ഈ സ്ക്രിപ്റ്റ് രൂപത്തിനെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടിരുന്നോ, അല്ലെങ്കിൽ സ്മൂത്തായിരുന്നോ ഈ കാര്യങ്ങൾ? അതായത് ഒരു സിനിമോട്ടോഗ്രാഫർ എഴുതിയ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ സ്മൂത്തായിരുന്നോ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് ചില ഇമ്പ്രൂവ്മെൻറ്റ്? മെയിനായിട്ട് ഈ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ക്രോണോളജിക്കൽ ഓർഡറിലല്ലല്ലോ, നമ്മളെ എല്ലാം ഒരു ക്ലൈമാക്സ് സീന് പോലും 4ാമത്തെ ദിവസമാണ് എടുത്തത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഭയങ്കര ചാലഞ്ചായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ പറഞ്ഞാൽ അതിൽ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബാഹുലി തന്നെ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞാൽ, നമ്മളിത് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സീനങ്ങ് എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ ഭയങ്കര ഈസായി. എന്താ പറഞ്ഞാൽ നമ്മളല്ലെങ്കിൽ നോർമൽ എല്ലാ ആൾക്കാരും ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി സീനാണ് ഫസ്റ്റ് ഡേ ചെയ്യുക. പക്ഷേ ഫുള്ളി ക്രൗഡഡ് ആയിട്ടുള്ള ഫസ്റ്റ് സീന്, വീട്ടിലെ സീനുണ്ടല്ലോ, ഫുള്ളി ക്രൗഡഡാണ്. പോലീസും കാര്യം അത്രയും ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു ദിവസം അങ്ങ് എടുത്തു. അത് ബാഹുലിൻ്റെ കോളാണ്. ബാഹുലി പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ബ്രേക്ക് ചെയ്യാം നമുക്ക്. അങ്ങനെ ആ ബ്രേക്ക് നടന്നതോടുകൂടി നമ്മൾ ഭയങ്കര ഈസായി. അതൊരു കാരണം. പിന്നെ അങ്ങനെ ഈ നമ്മുടെ ഫൈനൽ സീന്, ക്ലൈമാക്സിൻ്റെ സീന് ആസിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഭയങ്കര ടോട്ടലി ഡിഫറെൻറ്റ് ലെയേഴ്സിലൂടെ നടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് അജയൻ്റെ ക്യാരക്ടർ. അപ്പോൾ മൂപ്പര് ഇമോഷൻസ് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി വേണം. എന്തെങ്കിലും ഒരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പടത്തിനൊരു പാളിച്ചയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ബാംഗ്ലൂർ സീനെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം
ഇപ്പുറത്ത് നമ്മൾ ക്ലൈമാക്സ് എടുത്തതിൻ്റെ ഫ്ലാഷ് ബാക്ക് എടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരിക്കും അത് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഭയങ്കര ചാലഞ്ചായിരുന്നു. അത് നമുക്ക് ഭയങ്കര അത് കറക്റ്റായിട്ട് ആർട്ടിസ്റ്റും അതിന് നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് ചെയ്തതുകൊണ്ടും പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് നമ്മൾ പിടിച്ചതുകൊണ്ടും മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് എവിടെയും ബ്രേക്ക് ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ അതേപോലത്തെ ചാലഞ്ചായിരുന്നു ഈ വീടിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ പരിസരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക അതൊരു പ്രോപ്പർ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് നമ്മൾ പക്ക പഴയ തറവാട് എന്നുള്ള ഒരു 4 കെട്ടിൻ തറവാട് വേണ്ട എന്നുള്ള ഫസ്റ്റ് തന്നെ ഡിസ്കഷനിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ടോട്ടലി പഴയ കാലത്തുള്ള ഹരിഹരൻ സാറിൻ്റെ വീടെല്ലാം പോലത്തെ ഒരു ടിപ്പിക്കൽ ലൈക്ക് നായർ തറവാടുകളുണ്ടാവും. ലൈക്ക് ഒരു സെക്കൻഡ് ഫ്ലോർ ഉണ്ടാവും, മീൻസ് വരാന്ത ഉണ്ടാവും, ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അങ്ങനെയെല്ലാം ഉള്ള വരാന്തകളുള്ള വീടുകൾ വേണം എന്നുള്ളത്. എന്നാൽ നമുക്ക് അങ്ങനത്തെ സീനുകളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു, ഇതേപോലത്തെ ഒരു വീട് വേണം. അപ്പോൾ തേടി നമ്മൾ കാസർഗോഡ് വരെ പോയി. അപ്പോൾ കാസർഗോഡ് നിന്നായിരുന്നു ഒരു വീട് കിട്ടിയത്. നല്ല ഇത് നമുക്ക് പറ്റിയൊരു വീട്, ലൈക്ക് അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെ പലതരം കോണിപ്പടികളുണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്. അതിൽ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാ റൂമിൽ നിന്നും നമുക്ക് മുകളിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ അങ്ങനത്തെ വീടെല്ലാം കിട്ടി. പക്ഷേ നമുക്ക് ആ പരിസരവും ഒരു നല്ല നല്ല കാടുള്ള പരിസരമെല്ലാം കിട്ടി. പക്ഷേ ആ വീട് കിട്ടിയിട്ടില്ല. പിന്നെയും തേടി പോയിട്ടാണ് ഈ ഒളപ്പമണ്ണ എന്ന് പറഞ്ഞ നമ്മൾ ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്ത സ്ഥലം, നമ്മളെ കഴിഞ്ഞിട്ടായിരുന്നു ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്തത്. അവിടെ നോക്കുമ്പോൾ നല്ല ടെറൈനിൽ നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര സ്ലോപ്പി ആയിട്ടുള്ള നമ്മുടെ സ്റ്റെപ്സ് എല്ലാം കണ്ടിട്ടില്ലേ നമ്മുടെ ഫിലിമിൽ, ആ ടൈപ്പ് ഓഫ് സ്ഥലം കാണുമ്പോൾ നമുക്ക് എവിടെ വെച്ചാലും നല്ല ഫ്രെയിംസും കാര്യങ്ങളും അത് ബാഹുലിന് ഭയങ്കര നമുക്ക് പടത്തിന് ഭയങ്കര എല്ലാ രീതിയിലും നമുക്ക് ഫേവറായിട്ട് വന്നു എന്നുള്ളതാണ്. അതുതന്നെ ഈ മെയിൻ പരിസരം കിട്ടുക തന്നെയാണ് ഭയങ്കര ചാലഞ്ച് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ടോട്ടലി ഈ ഇമോഷൻസ് ക്യാരി ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലായിരുന്നു നമ്മളെ ഭയങ്കര ചാലഞ്ചിങ് സംഭവം. ഈ കഥ പറച്ചിലിൻ്റെ രീതിയിൽ ഇപ്പം ഫ്ലാഷ് ബാക്ക് വളരെ അത്യാവശ്യമായ രംഗങ്ങളിൽ മാത്രമാണ് ഫ്ലാഷ് ബാക്ക് വെക്കുന്നത്. അല്ലാത്ത ചില സാധനങ്ങളിൽ ഈ ഓഡിയൻസിലേക്ക് ഫ്ലാഷ് ബാക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ചില മൈന്യൂട്ട് ഡയലോഗ്സ്. ഇപ്പോൾ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം സ്റ്റേഷനിൽ ഫോറസ്റ്റിൻ്റെ ഓഫീസറും പോലീസുകാരും ഇരിക്കുന്ന സമയത്ത് സാധാ പോലീസുകാരൻ പറയുന്നുണ്ട്, ആ പയ്യൻ മുൻപ് 2-3 തവണ ഓടിപ്പോയിരുന്നു, ഇങ്ങനെ 3ാമത്തെ തവണയാണ് അപ്പം നമുക്ക് ഓക്കെ ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു പാസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓഡിയൻസിന് കൺവിൻസിങ് ആണ്. ഇതേപോലെ ചെറിയ ഡയലോഗ്സിൽ വലിയ ഫ്ലാഷ് ബാക്ക്. ഇപ്പം അതേപോലെ നിലമ്പൂർ കേസ്, ആ പിള്ളയുടെ പഴയ കേസും ഒക്കെ ചെറിയ ഡയലോഗിൽ പറയുന്ന നേരം ഓക്കെ അയാൾ അന്ന് അങ്ങനെയായിരുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതാക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഇപ്പം സിനിമാക്കാർ ഏറ്റവും എളുപ്പത്തിൽ ചിലപ്പം ഓഡിയൻസിലേക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഫ്ലാഷ് ബാക്കിൻ്റെ സാധനം എളുപ്പത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യാതെ ചെറിയ ഡയലോഗിൽ എന്നാൽ അത് ഈ കഥാഗതിയെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു പോയാൽ മതി എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? സ്ക്രിപ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ എല്ലാ രീതിയിലും സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഒരു മാറ്റമില്ല. നമ്മൾ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് തന്നെ നമ്മുടെ എഡിറ്റർ വെച്ചിട്ട് ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഫസ്റ്റ് എല്ലാ രീതിയിലും ഇങ്ങനത്തെ ഡയലോഗ്സിൻ്റെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ്സ് ഉണ്ടാവില്ല. പല ക്യാരക്ടേഴ്സും ഇപ്പോൾ അപ്പൂപ്പിള തന്നെ ഡെവലപ്പ് ചെയ്ത ഇതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞിട്ടാണ് അപ്പൂപ്പിള വളർന്നുകൊണ്ടിരുന്നത്. അത് ബാഹുലിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ പറയാം. ബാഹുൽ എഴുതിയ വിധം അങ്ങനെയായിരുന്നു. അതെല്ലാം ഇതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു കാര്യം പറയുന്നതും അത് ഇൻഡയറക്റ്റ്ലി പല ആൾക്കാർ പറഞ്ഞിട്ട് ആ ക്യാരക്ടർ ഉണ്ടാകുന്നതും അതെല്ലാം സ്ക്രിപ്റ്റ് തന്നെ പക്ക റിട്ടേൺ ആണ്. അതെല്ലാം അതുകൊണ്ടാണ് എനിക്കും ഭയങ്കര ഈസിയായി പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ആ ഒരു ശൈലി ബാഹുലി എന്തായിരിക്കും ആ ഒരു ശൈലിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ? അതെ, ഇങ്ങനെ അതായത് മറ്റ് കഥാപാത്രങ്ങളിലൂടെ ഈ ക്യാരക്ടറിനൊരു ക്യാരക്ടർ ആർക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ അപ്പുപിള്ളയുടെ ക്യാരക്ടർ ആർക്കെന്ന് പറയുന്നത് മറ്റ് കഥാപാത്രങ്ങളിലൂടെ ഒരു ജേണിയിലൂടെയാണല്ലോ. ആ ഒരു ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ആംബിഗിറ്റി എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഒരു കാര്യം ലിറ്ററലി ഡയറക്റ്റായിട്ട് ഇന്നാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഇതിന് വലുപ്പവും ഡെപ്തും ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അബ്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നു. നമ്മൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രേ ഉള്ളൂ, ആ കാണുന്നത് മാത്രമേ ഉള്ളൂ.
നേരെ മറിച്ച് നമ്മൾ കുറച്ച് റെഫറൻസ് കീ പോയിന്റുകൾ മാത്രം ഇങ്ങനെ അബ്സ്ട്രാക്ട് ഡയലോഗുകളിലൂടെ പറയുന്നതാണെങ്കിൽ ഓരോരോ പ്രേക്ഷകർ അവരവരുടെ അനുഭവ സമ്പത്ത്, വായനാ പരിചയം, അല്ലെങ്കിൽ കേട്ടുപരിചയം, അറിവ്, ലോകപരിചയമൊക്കെ വെച്ചിട്ട് അവരവരുടെ മനസ്സിലൊരു വേൾഡ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യും. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഈ നിലമ്പൂർ കേസ്, ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ ഇതായതുകൊണ്ട് പറയുകയാണെ, നിലമ്പൂർ മുനിസിഫ് കോടതിയിലെ റെക്കോർഡർ റൂമിന് തീയിട്ട കേസ് എന്ന് പറയുന്നത്, ഇപ്പം എനിക്കും വലിയ പ്രായം അറിവൊന്നുമില്ല. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ 50s മേ ബി ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന 50s 60s ശേഷമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ അവരുടെ അന്നത്തെ പരിചയം, അറിവ്, ഓർമ്മകളൊക്കെ വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ വേറൊരു വേൾഡ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കാം. അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. നേരെ മറിച്ച് അതൊരു വിഷ്വലായിട്ട് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ആധികാരികമായിട്ടുള്ള അറിവൊന്നും ഇല്ല അതിനെക്കുറിച്ചിട്ട്, അത്തരം ഇതിനെക്കുറിച്ചിട്ട്. എപ്പോഴൊക്കെ അച്ഛനൊക്കെ ആയിട്ട് നടത്തിയ ഡിസ്കഷൻസിൻ്റെ ഇടയിൽ ഒക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ കേട്ട് പരിചയം. നമ്മുടെ ജനറേഷനിൽ കൂടുതൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ പറഞ്ഞു, അതൊരു സേഫ്റ്റിയും കൂടിയാണ്. നമ്മൾ കാണിക്കാൻ നോക്കിയിട്ട് അത് മൊത്തം തെറ്റിപ്പോയിട്ട് ചളവാകുന്നതിനേക്കാളും നല്ലതാണ് കാണിക്കാതിരിക്കുന്നത്. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ തന്നെ ഇൻ്റലിജൻസ്, അവരുടെ നോളജ് തന്നെ ഇട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവർ തന്നെ അതിനെ ബിൽഡ് ചെയ്ത് മനസ്സിൽ വലുതാക്കും. ഇതിൽ ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ അനക്ഡോട്ടുകൾ, ഒരു അനക്ഡോട്ട് കൂടി ഉണ്ടായിരുന്നു അപ്പുപിള്ളയുടെ ലെഗസീനെ കുറിച്ച്. നിലമ്പൂർ മുനിസിപ്പൽ കോടതി കൂടാതെ ടീസറിൽ ആ പാരഗ്രാഫിൻ്റെ ഒരു ബിഗിനിങ് വരുന്നുണ്ട്. കോട്ടയം രമേശേട്ടൻ്റെ ഒരു ഡയലോഗ് ടീസറിൽ വെച്ചിട്ടുണ്ട്. ഈ അപ്പുപിള്ളയ്ക്കും വലിയ പിള്ളയ്ക്കും മുമ്പുണ്ടായ വേറെ കുറേ പിള്ളമാരുണ്ട്, വടക്കമ്പാട്ട് ചാപ്റ്റർ പോലെ തോന്നും ഓരോന്നൊക്കെ കേട്ടാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ശേഷം പിന്നെ ഒരു പാരഗ്രാഫും കൂടി ഉണ്ട് ആ ഡയലോഗിൽ. അത് അപ്പുപിള്ളയുടെ അച്ഛൻ്റെ ഒക്കെ തലമുറയിലുള്ള ആൾക്കാരെ ഒരു ട്രഡീഷനെ കുറിച്ചിട്ടുള്ള അവരുടെ ഒരു രീതികൾ എന്നുള്ള രീതിയെ കുറിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് പിന്നെയും ഡെപ്ത് ഉണ്ടാക്കും, ആൾക്കാരുടെ മനസ്സിൽ ഡെപ്ത് ഉണ്ടാക്കും. ആ ഫാമിലിയുടെ ആൻസിസ്ട്രൽ ഹിസ്റ്ററി പോലും നമ്മുടെ മനസ്സിൽ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ അത് കുറച്ചുകൂടെ ആസിഫിന്റെ ഡയലോഗ് അച്ഛൻ്റെ അല്ല അച്ഛൻ എന്ന് ചോദിക്കുന്ന ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, പിന്നെ അത് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ട്രിമ്മിങ് സ്റ്റേജ് വന്നപ്പോൾ ആ വിഷയം ഓക്കെ, ആ പറയുന്ന സംഗതി ചിലപ്പോൾ നമുക്ക് ഡിയറസ്റ്റ് ആയിരിക്കാം ആ മാറ്റർ, പക്ഷേ അതില്ലാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ മാറ്റർ ടു മാറ്റർ കണക്ഷൻ. ഈ പാരഗ്രാഫ് ഇവിടെ വരികയാണ്, ഇവിടെ നടന്നിരിക്കുന്നൊരു ഇൻസിഡൻറ്റ്, ഇവിടെ നടക്കാൻ പോകുന്നൊരു ഇൻസിഡൻറ്റ്, ഈ പാരഗ്രാഫ് മാത്രം ഇടയിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ചിലപ്പം കളയായിരിക്കും ഫീല്. അപ്പോൾ ഇത് ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ മാറ്റർ ടു മാറ്റർ കണക്ഷൻ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഈ ഇടയിലുള്ള പീസ് നമ്മൾ ഒഴിവാക്കിയാണ്. അത് ഇനി വേറെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഫേവറേറ്റ് സീനായിരുന്നു, എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമമായിരുന്നു അത് കളയുന്നതിൽ. അപ്പം അത് പറയണ്ട, നമുക്ക് ഏതെങ്കിലും. ഇപ്പോൾ 8 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് തീർത്തു. എത്ര ദിവസം എടുത്തു ഏകദേശം ഒരു ഷൂട്ടിംഗ്, ആക്ച്വൽ ഷൂട്ടിംഗ് തീരാൻ? ഇത് ടോട്ടൽ 45 ഡേയ്സ്. നമ്മുടെ ഇതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, മിലിറ്ററി സീക്വൻസ് എല്ലാം വെച്ചിട്ട് 45 ഡേയ്സാണ്. പക്ഷേ ഇത് തന്നെ മഴയിലുള്ള കാരണമെല്ലാം നമുക്ക് കുറച്ച് അതിൻ്റെ ഡിലേസ് ഉണ്ടായി. നമ്മൾ പക്ഷേ ഓക്കെ, നമുക്ക് ഞാൻ പറയില്ല, ഇതെല്ലാം വന്നു ചേർന്ന് നമുക്ക് മഴേൻ്റെ എല്ലാം നമുക്ക് പടത്തിന് ഭയങ്കര ഗുണം ചെയ്തു. ചിത്രത്തിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പം വിജയരാഘവൻ്റെ ക്യാരക്ടർ അപ്പുപിള്ളയ്ക്ക് കൊടുത്തിരിക്കുന്ന ബോഡി ലാംഗ്വേജ് ഉണ്ട്. അത് ചില പാർട്ടിക്കുലർ സീനിൽ അയാൾ ഭയങ്കര ധൈര്യത്തോടു കൂടി ആരാട വാട എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡോടെ ആയിരിക്കും നിൽക്കുന്ന അതേ ആളെ തന്നെ ഏറ്റവും ദുർബലനായിട്ടുള്ള, ഇപ്പം കാലിൻ്റെ വിരൽ കൊണ്ടുള്ള ഒരു കൈ കൊണ്ടും ഏറ്റവും ദുർബലനായിട്ടുള്ള മനുഷ്യനായിട്ടും അയാളെ അവതരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ആസിഫിൻ്റെ കാര്യത്തിൽ ചോദിച്ച പോലെ തന്നെ ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയായിരിക്കണം അയാളൊരു ബിഹേവ് ചെയ്യേണ്ടത്, അയാൾ ഏറ്റവും ദുർബലനായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ വിജയരാഘവൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടുതലുണ്ടായിരുന്നു? ആക്ച്വലി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ കോൺട്രിബ്യൂഷൻ കൂടുതലുണ്ടായിരുന്നു. ഇങ്ങനെ മതി എന്നുള്ള കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങളിലും മൂപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയേട്ടനെ എല്ലാ രീതിയിലും ഈവൻ മേക്കപ്പ് മീൻസ് അവർ മൂപ്പരെ അവർ മീശയെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈലെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു റെഫറൻസ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പോലും കുട്ടേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കുട്ടേട്ടൻ വിജയേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, രഞ്ജിത്ത് എനിക്കിങ്ങനെ വേറൊരു ഇതുണ്ട്, നിങ്ങൾ നോക്കി ഇത് ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്പുപിള്ളേൻ്റെ ഇപ്പോഴത്തെ രൂപം ഉണ്ടായത്. ആക്ച്വലി മുന്നേ കുറച്ച് ഇതിൻ്റെ സാമ്യം തന്നെയാണ്, പക്ഷേ എന്നാൽ കൂടെ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റിംഗ് ഒരു സ്കെച്ചും സ്റ്റൈല് കുട്ടേട്ടൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അമ്മിണിപ്പിള്ളയെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടേട്ടൻ പറഞ്ഞൊരു ഇതായിരുന്നു, കൈ കുറച്ച് സ്വാധീനക്കുറവുള്ള ക്യാരക്ടറായിരുന്നു അതിലെ കുട്ടേട്ടൻ്റെ ക്യാരക്ടർ. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളും കുട്ടേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഇതിലിപ്പോൾ കുട്ടേട്ടനായിട്ട് ഇപ്പോൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ
കുട്ടേട്ടൻ ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കും. ബോഡി ലാംഗ്വേജിൽ തന്നെ ഫണ്ടമെൻ്റലി തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ട് ബിൽഡ് ചെയ്യും. ഇപ്പോൾ അമ്മണിപ്പിള്ള ഈ പറഞ്ഞ പോലെ ഒരു കൈക്ക് സ്വാധീനക്കുറവുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ തന്നെ ഫണ്ടമെൻ്റലി തന്നെ ആൾ ബേസിക് ലെവലിൽ തന്നെ ആൾ മാറി, ക്യാരക്ടർ മാറി, ഒരു ബിൽഡ് കിട്ടി, ഒരു പ്ലാറ്റ്ഫോം കിട്ടി. പിന്നെ അത് വെച്ചിട്ട് അപ്പോൾ ഇനി പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേറൊരു പുള്ളി അതർവൈസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൽ മാനറിസം വൈസ് പുള്ളി ഇങ്ങനെ വിരലിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നൊരു ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് പുള്ളി ത്രൂ ഔട്ട് പടം ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ലോസ് ഷോട്ടാണ്, മുഖം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇനി അങ്ങ് ലോങ്ങിൽ നടന്നു വരുന്ന ഷോട്ടാണെങ്കിൽ പോലും പുള്ളി ഈ ഒരു പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ തിങ്കിങ് ആണ്, കോൺസ്റ്റൻറ്റ് തിങ്കിങ് ബ്രെയിൻ, എന്തായാലും പറയാം, മൈൻഡ് വാണ്ടറിങ് ആയിട്ട് നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് ത്രൂ ഔട്ട് ദ പടത്തിൽ. അതാണ് പുള്ളി ഇത് ഫ്രെയിമിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ ക്യാരക്ടറിനെ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി പിടിക്കുന്നു. അതുപോലെ തന്നെ കുട്ടേട്ടൻ വേറെയും പറഞ്ഞു, പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ പറഞ്ഞ ഒരു ബോഡി ലാംഗ്വേജിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ വേണ്ടി പുള്ളി കഴുത്തിൻ്റെ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ആഡഡ് സ്റ്റിഫ്നെസ് കൊടുത്തിട്ടുണ്ട്. ഏതൊരു വേർട്ടിബ്രയുടെ കണക്കൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു പരിപാടി പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് ആ പൂക്കാലം ഒന്നും കൂടി എടുത്ത് നോക്കിയപ്പോൾ ശരിയാണല്ലോ, അതാണ് ഇതിലത്തെ വ്യത്യാസമല്ലേ എന്നുള്ളത് മനസ്സിലായി. അതുപോലെ ലീല സിനിമയിലും കുട്ടേട്ടൻ്റെ ഒരുപാട് പേര് നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സംഗതി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടറായിരുന്നു എന്നുള്ളത്. അപ്പോൾ ലീലയിലും കുട്ടേട്ടൻ്റെ ഭയങ്കര യുണീക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോഡി ലാംഗ്വേജിലേക്ക് എത്താനും കുട്ടേട്ടൻ ഇതുപോലൊരു ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു, ആ ബോഡി ലാംഗ്വേജ്. അപ്പോൾ ഈ കുട്ടേട്ടൻ്റെ കാര്യം, വിജയരാഘവൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ആഘോഷിക്കുന്ന ജഗദീഷ് 2.0 പുതിയ അവതാരമായിരുന്നു കിഷ്കിന്ധാകാന്ഡത്തിൽ. ഇപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ നിലമ്പൂർ സംഭവത്തിൻ്റെ കൈ ആഫ്റ്റർ എഫക്റ്റ്, പക്ഷെ അത് കാണിക്കുന്നില്ല. പക്ഷേ ഇപ്പം അയാൾ പിന്നെ തുണി ചുറ്റുന്നതാണെങ്കിലും പാത്രം കഴുകുന്നതാണെങ്കിലും ഒക്കെ തന്നെ ആ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ കാരണം മാത്രമല്ല ഇത് ഓഡിയൻസിനും കൂടി ഉള്ളൊരു ക്യാരക്ടറാണ്. നമുക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഡൗട്ട്ഫുൾ ആവാൻ വേണ്ടി, ഓഡിയൻസിനെ വേണമെങ്കിൽ വഴിതിരിച്ച് വിടാൻ വേണ്ടി ബ്രില്യൻ്റ് ആയിട്ട് തിരക്കഥാകൃത്ത് കൂടി വെക്കുന്നൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പം ആ ഒരു ക്യാരക്ടറിലേക്ക് ജഗദീഷിനെ പിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇയാളായിരിക്കും ഇതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൾ എന്നുള്ള സാധനം. ജഗദീഷ് ഏട്ടൻ്റെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ 2.0 ഫേസിൽ വന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിസ്റ്റിങ്റ്റീവാണ്. എല്ലാം എന്നാൽ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും. ഇപ്പോൾ റോഷാക്ക് അല്ല ഫാലിമി ഭയങ്കര സോളിഡ് ആകുന്നു അല്ലേ, ഭയങ്കര പവർ ആകുന്ന ഒരു സംഗതി. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നിലമ്പൂർ സംഭവം, പഴയ റെഫറൻസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ അതിനൊരു ഒരേ സമയം അതിന് കോൺട്രാസ്റ്റിംഗ് ആവുകയും ചെയ്യും. എന്നാൽ അറ്റ് ദ സെയിം ടൈം അതിനൊരു സോളിഡ്നെസ്, പുള്ളിയുടെ പെർഫോമൻസിൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ട് അതിന് വല്ലാത്തൊരു സോളിഡ്നെസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡൗട്ട് തോന്നിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര രൂക്ഷഭാവമുള്ള ഒരാളെ കാസ്റ്റ് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ചോയ്സുകളൊന്നും എടുക്കണ്ട എന്നുള്ള തീരുമാനം കൂടിയുണ്ട്. മെയിൻലി ഇതത്തെ എല്ലാ അത് ഈ പിന്നെ ആ പെർഫോമൻസ് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു ചർച്ച ചെയ്യപ്പെടുന്നത് വെച്ചാൽ 100% ജഗദീഷ് ചേട്ടൻ്റെ 100% അല്ല 150% ജഗദീഷ് ചേട്ടൻ ഈ പടത്തിൻ്റെ ഇതിലേക്ക് ചെയ്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. അത് നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യേണ്ട പരിപാടികളൊന്നും വന്നിട്ടില്ല. ഇനീഷ്യലി കഥ പറയുന്ന സമയത്ത് ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഇങ്ങനെയൊക്കെയാണ്, ഈ ക്യാരക്ടറിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ ഫോറസ്റ്റ് ഓഫീസറൊക്കെ അവിടെ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് നിന്നിട്ട് പറയാം, ഇത് സുമദത്തൻ പണ്ട് ഉരുണി കെട്ടുന്ന ഏർപ്പാടുണ്ടായിരുന്നു, ഒരിക്കൽ വീട്ടിൽ വെച്ച് സാധനം അങ്ങ് പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറച്ച് മെൻഷനിങ്സ് ഉണ്ടല്ലോ ഇയാളെ കുറിച്ചിട്ട്. അതൊക്കെ മൊത്തത്തിലൊന്ന് പറഞ്ഞു ജഗദീഷ് ചേട്ടാ ഇങ്ങനെ. പിന്നെ കൈക്ക് ഇങ്ങനെ ഒരു പൊള്ളലേറ്റ ഒരു പരിപാടിയും കൂടെ ഫിസിക് എന്നുള്ള രീതിയിൽ വെക്കണം. പക്ഷേ നമ്മളതിനെ എംഫസിസ് ചെയ്യുന്ന രീതിയിൽ ഷോർട്ടോ പരിപാടികളോ ഒന്നും നമ്മൾ അങ്ങനെ വെക്കുന്നൊന്നുമില്ല. നമ്മൾ ഓൾ ടുഗദർ നമ്മൾ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ പിടിക്കാം. ബാക്കി ചേട്ടൻ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറയൂ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഓപ്പൺ ഇതിലായിട്ടാണ്. ചേട്ടൻ്റെ ഒത്തിരി ഐഡിയാസും കോൺട്രിബ്യൂഷനും ചേട്ടൻ ഉണ്ട് പറയാം അല്ലേ രഞ്ജിത്തെ, നമുക്ക് ഇങ്ങനെ ഇത് നിങ്ങൾ ഈ പറയുന്നത് ഓക്കെയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കൂടെ ചെയ്യാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയും. അപ്പോൾ ഞാൻ ചേട്ടൻ പറയാം ശരിയാണല്ലോ, നന്നായിരിക്കുമല്ലോ, ഓക്കെ. ഒരേ സീന് പറഞ്ഞില്ല, മറ്റേ ഫോറസ്റ്റ് ഓഫീസിലെ മൂപ്പര് മുണ്ടിങ്ങനെ കെട്ടി കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഏതാ അജയൻ കാണുന്നൊരു സീനുണ്ട്, ഫോൺ വിളിച്ചിട്ട് നിൽക്കുന്നത്. ഈ ചെറിയൊരു സാധനമാണ്, ഈ മുണ്ടിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതെല്ലാം നോർമലി കറക്റ്റ് ആ ക്യാരക്ടറാണത്. അങ്ങനെ വേറെ ആൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആ ക്യാരക്ടറിലേക്ക് വന്നതാണ് അയാൾ ജഗദീഷ് ചേട്ടൻ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം മൂപ്പരെന്നെ ഇട്ടതാണ്. അല്ലാതെ നമ്മൾ പ്രോണ്ട് ഇങ്ങനെ വേണം, ഈ ഒരു സ്റ്റൈലിൽ നിൽക്കണം. പിന്നെ ആ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ടുണ്ട്, കുറച്ചൊരു വളഞ്ഞിട്ടാണ് നിൽക്കുക.
വളരെ എസ്കേവിലാണുള്ളത്. ആ രീതിയിൽ നിർത്തോ അപ്പോൾ കറക്റ്റായിട്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റിനോട് ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ സുമദത്തിൻ്റെ ക്യാരക്ടർ ഈ ആളുകൾക്കൊന്ന് സംശയിക്കാൻ വേണ്ടി ഉണ്ട്, പക്ഷേ കഥ മുന്നോട്ട് പോകവേ അയാൾക്ക് വ്യക്തമായ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അതുപോലെ തന്നെ വേറെ ചില കഥാപാത്രങ്ങളിൻ്റെ അത് ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല, വേറെ ചില കഥാപാത്രങ്ങളിൽ വന്നുകൊണ്ട് പക്ഷേ അവർക്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ ആൾക്ക്. അങ്ങനെ സംശയിക്കാൻ വേണ്ടി മാത്രം ഒരു ക്യാരക്ടറിനെ ഇവിടെ ഈ സിനിമയിൽ എവിടെയും ഇട്ടിട്ടില്ല. അതൊരു ബോധപൂർവമായിട്ട് അങ്ങനെ നമുക്കങ്ങനെ വേണ്ടെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. എന്തോ ഒരു ഗട്ട് ഫീലിംഗ് കൊണ്ട് അങ്ങനെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം പറയാം. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു വെച്ചാൽ ഓക്കെ ത്രില്ലർ ജോണറിൻ്റെ ഒരു കൂട്ടത്തിൽ വരുന്നതാണല്ലോ. അപ്പോൾ വില്ലന്മാരില്ലാത്തൊരു ത്രില്ലർ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വില്ലന്മാരില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റൻഷൻസ് ഇല്ല, ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലൊരു ക്രൈം ത്രില്ലർ ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കോൺഷ്യസ്ലി ഇപ്പോൾ കഥ തീരുമാനമാകുന്നതിന് മുന്നേ പോലും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എഴുതി ആകുമ്പോഴേ കഥയാവുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും സംവെയർ അലോങ് ദ ലൈൻ അവരൊരിക്കലും നെഗറ്റീവ് ഇൻറ്റൻഷൻ ആവരുത് എന്ന് പറയുന്ന ഒരു അങ്ങനെ എല്ലാത്തിനും അങ്ങനെ വ്യക്തമായിട്ടൊരു ക്യാരക്ടർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഒരു കൺക്ലൂഷൻ. ഇപ്പോൾ പടം അവസാനിക്കുന്നതന്നെ ജഗദീഷ് ചേട്ടൻ്റെ ഷോട്ടിലാണ്. അത് വെരി ഡിസൈൻഡ് ആയിരുന്നു. എഴുതി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കാരണം ബാക്കിയെല്ലാം നമ്മൾ കൂട്ടിക്കെട്ടി കൺക്ലൂഡ് ചെയ്ത് വന്നു. അപ്പോൾ പിള്ളേരുടെ അജയൻ്റെ അപർണയുടെ ഒക്കെ കൺക്ലൂഷൻ അല്ലെങ്കിലും അവരുടെ ഹിയർ ആഫ്റ്റർ അവരുടെ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇനി ജഗദീഷ് ചേട്ടനും കൂടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതാണ് എൻ്റെ ചെയ്യിപ്പിക്കാൻ നല്ല മൊമെൻ്റ് എന്നുള്ളത്. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ കൈ ഉയർത്തി കാണിക്കുന്നിടത്ത് തന്നെ നിൽക്കുക എന്നുള്ളത് പ്രീ ഡിസൈൻഡ് ആണ്. ഷോട്ട് പോലും ബാക്കിൽ നിന്നുള്ള ഇങ്ങനെ അപ്പോൾ പിള്ളേക്കായിരിക്കില്ല അവിടെ പ്രൊമിനൻസ്. പിള്ള ലോങ്ങിൽ ഡീഫോക്കസിൽ ഈ പറഞ്ഞ പോലെ ഡീഫോക്കസിലായിരിക്കും. കാരണം അയാളുടെ കൈവൊക്കൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവും. അപ്പോൾ ആ കൈവെക്കുമ്പോൾ ഇതെല്ലാം അറിയുന്ന സുമദത്തൻ വീണ്ടും തുടരും. വീണ്ടും അയാൾക്ക് അപ്പുപിള്ളയായിട്ടുള്ള സോൾ കണക്ഷൻ ആയിരിക്കും. അതായത് ഞാൻ ഇയാളുടെ കൂടെ എന്നും ഉണ്ടാവും, എനിക്ക് എല്ലാം അറിയാമായിരിക്കും. അയാൾക്ക് എത്രത്തോളം അറിയാം എത്രത്തോളം അറിയില്ല എന്നുള്ളത് നമ്മൾ ആംബിഗസ് ആയിട്ട് വിട്ടേക്കാണ്. ഇപ്പോൾ ഈ സിനിമയുടെ മ്യൂസിക് പുതിയൊരാളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമ എന്ന് പറയുമ്പം സാധാരണ ഒരു ത്രില്ലർ സിനിമകളിലെ ഒരു മ്യൂസിക് വരുന്ന രീതിയിലുള്ളൊരു ഭയങ്കരമായിട്ട് മ്യൂസിക് അപ്ലിഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മ്യൂസിക് വെച്ചാണ് ത്രില്ലറുകളെ എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യാറുള്ളത്. ഒരു ഭയങ്കര മെറ്റാലിക് മ്യൂസിക്കും സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നിഗൂഢത കൊടുത്ത്. അങ്ങനെയല്ല, ഇത് വളരെ സിമ്പിളായിട്ട് പോകുന്നത്. എനിക്കൊന്ന് അവസാനം ഈ ക്ലൈമാക്സിനോട് അടുക്കുന്ന മൊമെൻറ്റ്സിലാണ് ആ മ്യൂസിക് കൊണ്ട് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ശ്രമങ്ങളും ഉള്ളത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായൊരു മ്യൂസിക് തന്നെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ആ ഒരു മ്യൂസിക് ഡയറക്ടറിലേക്ക് എത്തുന്നതും എങ്ങനെയായിരുന്നു അത്? അല്ല, പുതിയ മ്യൂസിക് ഡയറക്ടറല്ല, മൂപ്പര് തിങ്കളാഴ്ച നിശ്ചയം ചെയ്ത ആളാണ് മുജീബ് മജീദ് ആക്ച്വലി ബാഹുലിൻ്റെ ഫ്രണ്ടാണ്. ആക്ച്വലി മുന്നേ ബാഹുലായിട്ട് കുറേ പ്രോജക്ട്സിലെല്ലാം വർക്ക് ചെയ്തത്. ഗ്രേസ്ഫില്ല മുന്നേ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു 2016. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മുജീബിനെ പരിചയം. അതല്ല, ഇതിന് മുന്നേ വേറൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആക്ച്വലി സുഷിനായിരുന്നു, നമ്മൾ പോസ്റ്ററിലും സുഷിനായിരുന്നു ഫസ്റ്റത്തെ മ്യൂസിക്കിൻ്റെ. സുഷിൻ കേട്ടു, ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നമ്മൾ പ്രോജക്റ്റിൻ്റെ ഒരു ടൈം കുറച്ചൊന്ന് ഡിലേ ആയി. ഷൂട്ടിൻ്റെ സീൻ്റെ കുറച്ച് ഡേറ്റ് ക്ലാഷ് ഉണ്ടായിട്ട് ആ സമയം സുഷിൻ ആക്ച്വലി നമ്മുടെ ആവേശവും മഞ്ഞുമലിൻ്റെയും കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമുക്കും ടൈം കൺസ്ട്രെയിൻ ഉണ്ടായി. അപ്പോൾ വേറൊരു ഓപ്ഷൻ നോക്കണം, വേറെ ആര് എന്നുള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ ചിന്തിച്ച് ലാസ്റ്റ് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തി. നമുക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരാൾ വേണം. അപ്പം കറക്റ്റായിട്ട് ബാവലിൻ്റെ ഫ്രണ്ടും നമ്മളെ എല്ലാം കൊണ്ടും നമുക്കൊരു എല്ലാം ആയിരുന്നു കാര്യത്തിൽ. സോ അങ്ങനെ മുജീബ് മജീദിലെത്തി. അദ്ദേഹത്തിന് ആദ്യം കൊടുത്തൊരു ബ്രീഫ് എങ്ങനെയാണ്? നമുക്ക് വളരെ ഈ സിനിമയിൽ മ്യൂസിക് ഇങ്ങനെ വേണമെന്നുള്ള ബ്രീഫ് എന്തായിരുന്നു? ടെംപ്ലേറ്റ് ഫോളോ ചെയ്തിരുന്നത് എന്നുള്ളതായിരുന്നു. ഇന്ന സീനിൽ കൺവെൻഷനലി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആണ് മ്യൂസിക് വരേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രമെങ്കിൽ ആ സാധനം ചെയ്യരുത് എന്നുള്ളതായിരുന്നു നട്ട്ഷെല്ലിൽ കൊടുത്ത സംഗതി. ഓക്കെ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഇപ്പം മുൻപ് ഒരു അഭിമുഖത്തിൽ ആസിഫ് അലി പറയുന്നുണ്ട് കമലഹാസനെ കണ്ട ഒരു കാര്യം. ഇപ്പം അതിൽ
എൻ്റെ ഒരു പടം വെച്ച് ഞാൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ള സാധനം. കിഷ്കിന്ധാഖണ്ഡത്തിൻ്റെ റിലീസിന് ശേഷം കണ്ട ആസിഫ് അലി എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ആസിഫ് അലീനെയാണ്. ഇപ്പം തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങളുടെ ചാനൽ റിപ്പോർട്ടറിൽ തന്നെ വന്നിരുന്നു, ഉറങ്ങാതിരുന്ന ആളാണ്. പക്ഷേ എന്താ പറയുന്നത്, ഞാനിത് ആഘോഷിക്കാൻ പോവുകയാണ്, ഞാനത് അത്രയ്ക്കും ആഘോഷിക്കുക, എനിക്ക് അത്രയും സന്തോഷമാണെന്ന് പറയുന്ന ഒരു ആസിഫ് അലീനെ കണ്ടിട്ടുണ്ട്. സോ ആസിഫ് അലിയുടെ കരിയറിൻ്റെ അകത്ത് ചില സിനിമകളെങ്കിലും വിചാരിച്ച രീതിയിലേക്ക് ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ആസിഫ് അലീൻ്റെ ഇനി അങ്ങോട്ടുള്ള ഒരു കരിയറിലേക്കുള്ള ഒരു വലിയ പുഷാണ് കിഷ്കിന്ധാകാന്ഡം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രോളന്മാർ പറയുന്നത് തിരുമ്പി വന്നിട്ടത് ഇത് പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ അടക്കം ഇറക്കുന്നുണ്ട്. അനൂപ് മേനോൻ പറയുന്നുണ്ട് ഇനി ഇപ്പം ഏറ്റവും ദ മോസ്റ്റ് ബാങ്കബിൾ ആക്ടർ ആയിരിക്കുന്നു കിഷ്കിന്ധാകാന്ഡത്തിലൂടെ. ഇതിൻ്റെ കൂടെ സത്യൻ അന്തിക്കാട്, അങ്ങനെ പല ആളുകളും സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന നേരവും ആസിഫ് അലിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ആസിഫ് അലിയുടെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് ഈ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഒരു സംഭാവന എത്രത്തോളം ഉണ്ടാവും? നിങ്ങളുടെ തുടർന്നുള്ള അസോസിയേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുമോ ആസിഫിൻ്റെ കൂടെ ഇനിയും? ഡെഫിനറ്റ്ലി. ആസി എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെയുള്ളൊരു ബോണ്ടാണ്. അത് ഫ്യൂച്ചറിൽ ചില ദിവസം നടക്കാം. നല്ല പ്രോജക്റ്റ് വന്നാൽ ആസിഫിനും ഇഷ്ടമാവണം. 100%. ഇപ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജിയിലാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പം കോൾസിനെ കൊണ്ട് ഫുൾ ടൈം കോളാണ്, നമുക്ക് മൊബൈൽ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ. അത്രയും കോൾസ്. ഇപ്പോൾ സത്യൻ സാറായാലും, ഉണ്ണി സാറ്, ബി ഉണ്ണികൃഷ്ണൻ സാറ്, മഹേഷ് നാരായൺ സാർ, എല്ലാവരും നമ്മളെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ആസിഫിൻ്റെയും വിജയരാഘവനെ പറ്റിയിട്ടും പടത്തിനെ പറ്റി ടോട്ടൽ സ്ക്രിപ്റ്റ് എല്ലാത്തിനും പറ്റി ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നല്ലേ. അത് ഭയങ്കര എനർജിയാണ്. അപ്പോൾ എല്ലാ ടീംസിനും ഇത് എനർജിയാണ്. ആസിക്കയുടെ കാര്യത്തിൽ എനിക്ക് ആസിക്കയുടെ തുടർ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഗ്രേസ് വില്ലയുടെ ഇപ്പോൾ ഒരിടത്ത് പറഞ്ഞതുള്ളൂ കേട്ടോ. ഗ്രേസ് വില്ല 2016 അപ്പോൾ അത് ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ അന്ന് നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് സമയമായിരുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു പോസ്റ്റർ ലോഞ്ച് ഫംഗ്ഷൻ നടത്തണം എന്നുള്ളൊരു തോന്നി. നമുക്ക് ആർക്കും സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാട്ടോ അതിൽ. എനിക്ക് ഒരു ബന്ധമില്ല, ഇപ്പം പോലും എനിക്ക് വലിയ ബന്ധങ്ങളും പരിചയങ്ങളും സിനിമയിൽ ഉണ്ടായിട്ടില്ല. അന്ന് തീരെയില്ല. അപ്പം അന്ന് കവി ഉദ്ദേശിച്ചതിൻ്റെ സെറ്റിൽ പോയിട്ട് ആസിക്കനെ നേരിട്ട് കാണുക, എന്നിട്ട് ആസിക്കയ്ക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ ഒരു പോസ്റ്റർ അവിടെ വെച്ചിട്ട് മറ്റേ തുറന്ന് കാണിക്കുന്ന പരിപാടിയായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആസിക്ക സമ്മതിച്ച് അവിടെ പോയി. അപ്പോൾ അതിന് മുന്നായിട്ട് പുള്ളി ഒന്ന് മര്യാദയുടെ പേരിൽ നമ്മൾ എന്തായാലും ഷോർട്ട് ഫിലിം ഒന്ന് കാണിക്കണമല്ലോ. എന്നിട്ട് അങ്ങനെ കാണിച്ചായിരുന്നു. പുള്ളി ഇഷ്ടപ്പെട്ടു. പുള്ളി ഭയങ്കര കാര്യമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് സംസാരിച്ചു. എല്ലാം ഹാപ്പിയായിട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുന്ന നേരം പുള്ളി എൻ്റെ അടുത്ത് എന്താണ് ഓക്കെ മാൻ എന്ന് കെട്ടിപ്പിടിച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് സിനിമ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ പിരിഞ്ഞത്. അതിനുശേഷം ഞാൻ 5 സിനിമകൾ ചെയ്തു. 5 സിനിമ ആസിക്കയുടെ സാന്നിധ്യം ഇതിലെല്ലാത്തിലും ഉണ്ട്. 4 എണ്ണത്തിൽ ലീഡായിട്ടും ഉണ്ട്. പിന്നെ ഇനീഷ്യലി ആസിക്ക ഇല്ലാതിരുന്നൊരു പ്രോജക്റ്റിൽ മോഹൻകുമാർ ഫാൻസിൽ അവസാനം കറങ്ങിത്തിരിഞ്ഞ് ക്യാമിയോ റോളിൽ ആസിക്ക തന്നെ വരികയും ചെയ്തു. അന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ആസിക്ക എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിന് ഞാനില്ലാതെ നീ സിനിമ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ഈ ആസിഫിൻ്റെ ഹൈനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ പടം റിലീസ് നിങ്ങളോടുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഇമോഷണൽ എക്സ്റ്റസി അതാണ് കറക്റ്റ് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന സംഗതി. ചുമ്മാ പടം സക്സസ് ആയി ഹിറ്റായി ഭയങ്കര റെക്കോർഡ് കളക്ഷൻ ഉണ്ടാകുന്നു, പ്രേക്ഷകരെല്ലാം ഏറ്റെടുക്കുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുള്ളതിൻ്റെ ആടാ സൂപ്പർടാ അടിച്ചടാ മോനെ ആ സംഗതി അല്ലാതെ നമുക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ചിലപ്പോൾ നമുക്ക് വലിയ വിജയങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സൈലൻ്റ് ആയി പോകില്ലേ, കരഞ്ഞിട്ട് ചിരിയും വരും കരച്ചിലും വരും എന്നുള്ള രീതിയിലൊരു ഇമോഷണൽ എക്സ്റ്റസി ഇല്ല. ആസിക്ക മാത്രമല്ല, ഞങ്ങളെല്ലാവരും കഴിഞ്ഞ 2 ദിവസം മുന്നേ അല്ലേ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അപർണ, ആസിക്ക, ഞങ്ങൾ രണ്ടുപേരൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അത് സന്തോഷ ആനന്ദക്കണ്ണീരെന്ന് പറയുന്ന രീതിയിൽ. ഇപ്പോൾ ഈ സിനിമ റിലീസിന് ശേഷം പോസ്റ്റ് റിലീസ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഈ ദൃശ്യം മൂവിയായിട്ടുള്ള കമ്പാരിസണും അതുപോലെ KG ജോർജ് അദ്ദേഹത്തിൻ്റെ സിനിമകളുമായിട്ട് ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത് ഡയറക്ടർക്കും റൈറ്റർക്കും? സന്തോഷം തന്നെയാണ് തോന്നുന്നത്. മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ത്രില്ലറുകളൊന്നായിട്ട് എന്നും വിശേഷിപ്പിക്കുന്ന സിനിമയാണ് ദൃശ്യം. ഏറ്റവും നല്ല ഫിലിംസ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് KG ജോർജ്. അവരുടെ ആ ഫിലിംസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്താണ് ഈ കിഷ്കിന്ധാകാന്ഡം സിനിമയെ ചർച്ച ചെയ്യുന്നത്. അത് കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. നമ്മുടെ മൂവി KG ജോർജ് സാറിൻ്റെ എല്ലാം മൂവിയായിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ എനിക്ക് പറയാം എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മളിത് ഫാസിൽ സാറിന് ഇതൊരു വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വായിക്കാനല്ല, ആക്ച്വലി നറേറ്റ് ചെയ്തു ബാവുല. ആ സമയത്ത് ഫാസിൽ സാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ
ഇത് ഭയങ്കര കോംപ്ലക്സിറ്റിയുള്ളൊരു സബ്ജക്റ്റാണ്. ലൈക്ക് ഇത് മണിച്ചിത്രത്താഴിൻ്റെ ലെവലിൽ അങ്ങനെയല്ല, എന്തൊരു വേർഡ് എനിക്ക് മറന്നുപോയി, ആ ലെവൽ ഓഫ് ഒരു സബ്ജക്റ്റാണ് ഇതെന്ന്. അത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഊർജ്ജമായിരുന്നു. എന്താണ് ആലോചിച്ച് നോക്കി, മണിച്ചിത്രത്താഴിനുള്ള അപ്പോഴേ നമുക്ക് അറിയാം ഓക്കെ സബ്ജക്റ്റ്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു കാര്യമാണ്, ഇതിൽ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ്ഡ് ആളെ എടുക്കണം എന്ന് പറഞ്ഞാൽ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കൂടുതലില്ല എന്ന് പറഞ്ഞാൽ തിലകൻ സാറ് പോലെയുള്ള ആക്ടേഴ്സ് ഇല്ലാത്ത കാലമാണ്. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വയസ്സായിട്ട് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് എന്നുള്ള അങ്ങനത്തെ കുറേ അഡ്വൈസസ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഭയങ്കര ഇങ്ങനെ ഇപ്പോൾ മേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ എഴുതി ഷോട്ട് എടുക്കുമ്പോൾ പോലും ഷോട്ട് കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും അനാവശ്യ സ്ഥലത്ത് റിയാക്ഷൻസ് വരരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര നിങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. നമ്മളും വിചാരിച്ചെന്ന ഒരു വീട്ടിനകത്ത് 2-3 ആൾക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നടക്കുന്ന ഒരു കഥ തന്നെയല്ലേ നമ്മളും അത്ര ലാഘവത്തോടെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു റിയാലിറ്റി നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിരിക്കില്ല. ചിലപ്പോൾ അസ്ഥാനത്ത് ഒരാളുടെ റിയാക്ഷൻ ഷോട്ട് അധികം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റീഡിങ് വേറെയാവും, ഓഡിയൻസിന് നേരത്തെ മനസ്സിലാവാനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാനോ ഒക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഫീല് കളയാനോ, ഒരാളുടെ അടുത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു അനിഷ്ടം വരാനോ ഒക്കെ അത്തരം തീരുമാനങ്ങൾ വരും. അത് പുള്ളി മണിച്ചിത്രത്താഴ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അത്ര ഇത് മതിയോ, ഇത്രയും മതിയോ, ഇത്രയും പറഞ്ഞാൽ മതി, ഇത്രയും എടുത്താൽ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി ആ ടെൻഷനുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അക്കാലത്തെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചു. അപ്പോൾ അത് ചെയ്ത ഒരാളിൽ നിന്ന് തന്നെ നേരിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് തന്നെ ഭയങ്കര റിവാർഡിങ് ആയിരുന്നു, ഭയങ്കര ബൂസ്റ്റായിരുന്നു. ഓക്കെ, മലയാള സിനിമയ്ക്ക് നിങ്ങൾ ആളുടെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. ഈ ടീം വീണ്ടും ആവർത്തിക്കട്ടെ. ഗംഭീര ത്രില്ലറുകളും അതല്ലാത്ത ഒരുപാട് മികച്ച സിനിമകൾ വരട്ടെ. കിഷ്കിന്ധാകാണ്ഡം പോലെ തന്നെ ഈ ക്ലീശകളെ ബ്രേക്ക് ചെയ്തിട്ട് മറ്റു പല യോണറുകളിലും സിനിമ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.